ഹായ് ഓൾ, എല്ലാവർക്കും ഐറ്റ്യൂട്ടിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2018 UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ്റെ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ 25 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ സെക്ഷനുകളിലും കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആയിട്ട് നോക്കിയിട്ടുണ്ട്. സോ അത് നമുക്ക് വേണ്ട ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, in the first Lok Sabha, the single largest party in the opposition was the Swatantrata Party. Second statement, in the Lok Sabha, a leader of the opposition was recognized for the first time in 1969. Third statement, in the Lok Sabha, if a party does not have a minimum of 75 members, its leader cannot be recognized as the leader of opposition. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. In the first Lok Sabha, the single largest party in the opposition was the Swatantrata Party. ഓക്കെ, ഫസ്റ്റ് ലോക്സഭയിലെ ഒപ്പോസിഷൻ പാർട്ടി അല്ലെങ്കിൽ സിംഗിൾ ലാർജസ്റ്റ് ഒപ്പോസിഷൻ പാർട്ടി സ്വതന്ത്ര പാർട്ടി എന്നാണ് പറയുന്നത്. നമ്മൾ പൊളിറ്റിയിലായാലും അതുപോലെ മോഡേൺ ഇന്ത്യയിലായാലും നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഫസ്റ്റ് ലാർജസ്റ്റ് ഒപ്പോസിഷൻ പാർട്ടി ഏതായിരുന്നു? അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആയിരുന്നു. ഓക്കെ, സോ ആ ടൈമിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഏകദേശം 16 സീറ്റ്സോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. 16 സീറ്റ്സ്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ 1952 നമ്മുടെ ഇലക്ഷനിൽ, ഓക്കെ, ഫസ്റ്റ് ലോക്സഭ ഇലക്ഷനിൽ എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആയിരുന്നു ഏത് സിംഗിൾ ലാർജസ്റ്റ് ഒപ്പോസിഷൻ പാർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, സ്വതന്ത്ര പാർട്ടിയൊക്കെ ഫോം ചെയ്തത് തന്നെ ഏകദേശം 1959 ടൈമിലാണ്. ഓക്കെ, ആ ടൈം വരെ എന്താണ് സ്വതന്ത്ര പാർട്ടിയൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. In the Lok Sabha, a leader of the opposition was recognized for the first time in 1969. ഓക്കെ, അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ശരിയാണ്. ലോക്സഭയിലെ ലീഡർ ഓഫ് ദ ഒപ്പോസിഷൻ വാസ് ഫസ്റ്റ് റെക്കഗ്നൈസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ എപ്പോഴായിരുന്നു? 1969 ഓക്കെ, ആരായിരുന്നു? രാം സുഭാങ് സിംഗ് ആയിരുന്നു എന്ത് ഫസ്റ്റ് ഒപ്പോസിഷൻ ലീഡർ എന്ന് പറയാം. രാം സുഭാങ് സിംഗ്. ഓക്കെ, സോ 1969 അത്. ദെൻ ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. ഇൻ ദ ലോക് സഭ, ഇഫ് എ പാർട്ടി ഡസ് നോട്ട് ഹാവ് എ മിനിമം ഓഫ് 75 മെമ്പേഴ്സ്, ഇറ്റ്സ് ലീഡർ കനോട്ട് ബി റെക്കഗ്നൈസ്ഡ് ആസ് ദ ലീഡർ ഓഫ് ഒപ്പോസിഷൻ. ഓക്കെ, പാർട്ടിക്ക് 75 മെമ്പേഴ്സ് ഇല്ലെങ്കിൽ എന്താണ് ആ പാർട്ടിയുടെ ലീഡറിനെ എന്താണ് ഒപ്പോസിഷൻ ലീഡറായിട്ട് കൺസിഡർ ചെയ്യത്തില്ല എന്നാണ് പറയുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ്. നമുക്കറിയാം എന്താണ് ലീഡർ ഒപ്പോസിഷൻ പാർട്ടിയുടെ ലീഡർ ആവണമെങ്കിൽ എന്താണ് അറ്റ്ലീസ്റ്റ് 10% ടോട്ടൽ സ്ട്രെങ്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. 75 എന്ന് പറയുന്നില്ല, 10% ഓഫ് ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ലോക്സഭ എന്നാണ് പറയുന്നത്. ലോക്സഭയുടെ ടോട്ടൽ സ്ട്രെങ്ത് നമുക്കറിയാം 543 ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ 10% വരുമ്പോൾ എത്ര വരണം? ഏകദേശം 54 കൂടുതൽ. അതായത് മിനിമം എത്ര വേണം? 55 മെമ്പേഴ്സിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ 75 മെമ്പേഴ്സ് എന്നാണ് കൊടുത്തേക്കുന്നത്. സോറി, സോ നമുക്കെന്താണ് 55 മെമ്പേഴ്സിൻ്റെ ആവശ്യമേ ഉള്ളൂ. 10% ആണ് പറയുന്നത്. കാരണം 75 മെമ്പേഴ്സ് എന്ന് പറയുന്നത് 10% ഓഫ് ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ ഹൗസ് എന്നാണ് പറയുന്നത്. സോ ലോക്സഭ അക്കോർഡിംഗ് ടു ലോക്സഭ ആകുമ്പോഴത്തേന് 543 അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ എന്താണ് ഏകദേശം 55 മെമ്പേഴ്സാണ് നമുക്ക് എന്താണ് മിനിമം വേണ്ടത്. അപ്പോൾ ആൻസർ ഏതായിരിക്കും? 1ഉം 3ഉം തെറ്റാണ്. ആൻസർ ഓപ്ഷൻ B 2 ഓൺലി ആയിരിക്കും. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പൊളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളപ്പോൾ ലോക്സഭയെ പറ്റി എന്താണ് അതിൻ്റെ ആ ഒരു ഹിസ്റ്ററിയെ പറ്റിയാണ് പറയുന്നത്. ലോക്സഭയുടെ ആ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പാർലമെൻറ്റ് ആ ഒരു ഹിസ്റ്ററി പരമായിട്ടുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലീഫ് മോഡിഫിക്കേഷൻസ് ഒക്കേഴ്സ് ഇൻ ദ ഡെസേർട്ട് ഏരിയാസ് ടു ഇൻഹിബിറ്റ് വാട്ടർ ലോസസ്? ഫസ്റ്റ് വൺ ഹാർഡ് ആൻഡ് വാക്സി ലീവ്സ്, സെക്കൻഡ് വൺ ടൈനി ലീവ്സ്, തേർഡ് വൺ ത്രോൺസ് ഇൻസ്റ്റെഡ് ഓഫ് ലീവ്സ്. അപ്പോൾ എവിടെയാണ് ചോദിച്ചിരിക്കുന്നത്? ഡെസേർട്ട് ഏരിയാസിൽ കാണപ്പെടുന്നത്. ഓക്കെ, എന്തിനു വേണ്ടി? ടു ഇൻഹിബിറ്റ് വാട്ടർ ലോസ്. അപ്പോൾ ലീഫ് മോഡിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ഏതൊക്കെ ലീഫ് മോഡിഫിക്കേഷനാണ് ഡെസേർട്ട് ഏരിയാസിൽ വാട്ടർ ഇൻഹിബിറ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്ടർ ലോസ് ഇൻഹിബിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഡെസേർട്ട്സ് ഏരിയാസിൽ ഹാർഡ് ആൻഡ് വാക്സി ലീവ്സ് കാണും, അതുപോലെ ടൈനി ലീവ്സ് കാണും, അതുപോലെ എന്താണ് ത്രോൺസ് ഇൻസ്റ്റെഡ് ഓഫ് ലീവ്സ്. ഇത് മൂന്നും എന്താണ് ഡെസേർട്ട്സ് ഏരിയയിലെ പ്ലാന്റ്സിൻ്റെ അല്ലെങ്കിൽ ലീഫ് മോഡിഫിക്കേഷൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ D ആണ്. 1, 2, 3 ഉണ്ട്. ഓക്കെ, ഈ ഡെസേർട്ട് റീജിയനിലെ ക്ലൈമറ്റ് നമ്മൾ എന്ത് പേരിലാണ് പറയുന്നത്? അതിനെ പറയുന്ന പേരാണ് സിറോഫൈറ്റിക് ക്ലൈമറ്റ് എന്ന് പറയും. സിറോഫൈറ്റിക് ക്ലൈമറ്റ്. ഓക്കെ, സോ ഇത് ഡെസേർട്ട് റീജിയനിലുള്ള ക്ലൈമറ്റ് ആണ്, സിറോഫൈറ്റിക് ക്ലൈമറ്റ്. ഓക്കെ, സോ ഇവിടുത്തെ വെജിറ്റേഷൻ എങ്ങനെയായിരിക്കും? ഹൈലി അഡാപ്റ്റീവ് ടു സർവൈവ് ഫോർ വാട്ടർ, സർവൈവ് എ ലിറ്റിൽ ലിക്വിഡ് വാട്ടർ എൻവയോൺമെൻറ്റ്. അത് വേണ്ടി എന്താണ്? കാരണം എന്താണ് ഈ ഒരു ക്ലൈമറ്റിൽ നോർമലി എന്തായിരിക്കും വാട്ടറിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് എന്താണ് കുറച്ച് വാട്ടർ യൂസ് ചെയ്ത് എങ്ങനെ സർവൈവ് ചെയ്യുക, അതാണ് ഇവിടുത്തെ ക്ലൈമറ്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ആ ഒരു വെജിറ്റേഷൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് ഇതിനെ പറയുന്ന പേരാണ് സിറോഫൈറ്റിക് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഇവിടുത്തെ മറ്റ് പ്രത്യേകതകൾ എന്ന് പറയുന്നത്? നമ്മൾ 3
മൂന്നെണ്ണം പറഞ്ഞു, ഹാർഡ് ആൻഡ് വാക്സി ലീവ്സ്, ദെൻ ടൈനി ലീവ്സ്, അതുപോലെ എന്താണ് ത്രോൺസ് ഇൻസ്റ്റെഡ് ഓഫ് ലീവ്സ്. ഇത് കൂടാതെ എന്തായിരിക്കും ഇവിടുത്തെ പ്ലാന്റ്സിൻ്റെ ലോങ് റൂട്ട്സ് ആയിരിക്കും, ലോങ് റൂട്ട്സ്. അപ്പോൾ എന്താണ് ഒരുപാട് ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്ത് പോകാനും പറ്റും. അതുകൂടെ എന്താണ് അവിടെ നിന്ന് അപ്പോൾ എന്താണ് വെള്ളം അതിനെന്താണ് വലിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ അതുകൊണ്ടാണ് എന്താണ് ലോങ് റൂട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഹാർഡ് ആൻഡ് വാക്സി ലീവ്സിൻ്റെ പറഞ്ഞു, ടൈനി ലീവ്സും പറഞ്ഞു. ഇതുകൂടെ എന്താണ് അതിൻ്റെ ബാർക്ക് എന്തായിരിക്കും തിക്കായിരിക്കും. ഓക്കെ, ട്രീസൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ബാർക്ക് തിക്കായിരിക്കും, അപ്പോൾ തിക്ക് ബാർക്ക്. ഓക്കെ, സോ ഇതെല്ലാം എന്താണ് ഈ ഒരു ഡെസേർട്ട് റീജിയനിൽ ട്രീസിൻ്റെ അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെ അല്ലെങ്കിൽ വെജിറ്റേഷൻ്റെ പ്രത്യേകതകളാണ്. ഓക്കെ, നമുക്കിപ്പോൾ എക്സാമ്പിൾ നോക്കണമെങ്കിൽ നമുക്കറിയാം നമ്മുടെ കാക്ടസ്. ഓക്കെ, എക്സാമ്പിൾ നമുക്കൊന്ന് എഴുതിയേക്കാം. കാക്ടസ് എന്താണ് ഈ ഒരു ചെറോഫൈറ്റിക് ക്ലൈമറ്റിലെ ഒരു പ്ലാന്റ് എക്സാമ്പിളാണ്. ഓക്കെ, സോ അപ്പോൾ അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. ലീഫ് മോഡിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരുന്നത്. ഇവിടെ മൂന്നും എന്താണ് ഈ ലീഫ് മോഡിഫിക്കേഷൻ ക്ലൈമറ്റ് ഡെസേർട്ട് ഏരിയാസിലെ ക്ലൈമറ്റിൻ്റെ മോഡിഫിക്കേഷനാണ്. ഒന്ന് ഹാർഡ് ആൻഡ് വാക്സി ലീവ്സ്, സെക്കൻഡ് വൺ ടൈനി ലീവ്സ്, തേർഡ് വൺ ത്രോൺസ് ഇൻസ്റ്റെഡ് ഓഫ് ലീവ്സ്. അപ്പോൾ ഇത് മൂന്നും എന്താണ് ഡെസേർട്ട് റീജിയനിൽ അല്ലെങ്കിൽ ഡെസേർട്ട് ഏരിയയിൽ എന്താണ് വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ലീവ്സ് എടുക്കുന്ന ലീഫിലുള്ള ഒരു മോഡിഫിക്കേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ 1, 2, 3 ആണ്. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. As per the NSSO's 17th round situation assessment survey of agriculture households, consider the following statements. First statement പറയുന്നത് എന്താണ്? Rajasthan has the highest percentage share of agriculture households among its rural household. Second statement, out of the total agriculture households in the country, a little over 60% belongs to OBCs. Third one, in Kerala, a little over 60% of agricultural households are reported to have received maximum income from sources other than agricultural activities. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? NSSO's 17th റൗണ്ട് സിറ്റുവേഷൻ അസസ്മെൻറ്റ് സർവേ ഓഫ് അഗ്രികൾച്ചർ ഹൗസ് ഹോൾഡ്സ്. അപ്പോൾ നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താനായിട്ട് പറ്റത്തുള്ളൂ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് പറയുന്നത്? രാജസ്ഥാൻ ഹാസ് ദ ഹയസ്റ്റ് പെർസെൻറ്റേജ് ഷെയർ ഓഫ് അഗ്രികൾച്ചർ ഹൗസ് ഹോൾഡ് എമോങ് ഇറ്റ്സ് റൂറൽ ഹൗസ് ഹോൾഡ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. ഓക്കെ, സോ രാജസ്ഥാൻ ഹാസ് ദ ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് ഷെയർ ഓഫ് അഗ്രികൾച്ചർ ഹൗസ് ഹോൾഡ് എമോങ് ഇറ്റ്സ് റൂറൽ ഹൗസ് ഹോൾഡ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. ഏകദേശം എത്രയാണ്? 78.4% ഉണ്ട് രാജസ്ഥാനിലുള്ളത്, 78.4%. ഓക്കെ, സോ എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. സോ അക്കോർഡിംഗ് ടു ദ NSSO's 17th റൗണ്ട് സിറ്റുവേഷൻ അസസ്മെൻറ്റ് സർവേ ഓഫ് അഗ്രികൾച്ചർ ഹൗസ് ഹോൾഡ്, രാജസ്ഥാൻ ഹാഡ് ദ ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് അഗ്രികൾച്ചർ ഹൗസ് ഹോൾഡ്. ഓക്കെ, രാജസ്ഥാനിലാണ് ദ ഹയസ്റ്റ് പെർസെൻറ്റേജ് ഓഫ് അഗ്രികൾച്ചർ ഹൗസ് ഹോൾഡ് ഉള്ളത്, എസ്പെഷ്യലി ഇൻ ദ റൂറൽ ഹൗസ് ഹോൾഡ്സിൽ. സോ ഇറ്റ്സ് അബൌട്ട് 78.4% ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, out of the total agriculture households in the country, a little over 60% belongs to OBC. 60% belongs to OBC എന്നാണ് പറഞ്ഞത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. ഓക്കെ, അബൌട്ട് 45% മാത്രമാണ് OBCക്ക് ഉള്ളത്. ഓക്കെ, എത്രയാണ്? 45%. ഓക്കെ, സോ ആസ് പെർ ദ സർവേ അബൌട്ട് 45% ഔട്ട് ഓഫ് ദ ടോട്ടൽ അഗ്രികൾച്ചർ ഹൗസ് ഹോൾഡ് ഇൻ ദ കൺട്രി ബിലോങ് ടു OBC. ഓക്കെ, 50% ഇവിടെ 60% ആണ് പറഞ്ഞേക്കുന്നത്. എത്ര പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ? 45% ആണ് ഏതിനുള്ളത്? OBC കമ്മ്യൂണിറ്റീസിനുള്ളത്, അല്ലെങ്കിൽ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിന് ഉള്ളത്. ഓക്കെ, ഇത് കൂടെ എന്താണ്? ഏകദേശം 16%. ഓക്കെ, 16% ഉള്ള ഏത് കമ്മ്യൂണിറ്റീസിനാണ്? 16% ബിലോങ് ടു SC കമ്മ്യൂണിറ്റിക്കാണ്. അതുപോലെ 13%, ഓക്കെ, 30% ബിലോങ് ടു ST കമ്മ്യൂണിറ്റീസ്. ഓക്കെ, സോ അതാണ് പറയുന്നത്. അതാണ് ആ ഒരു റേഷ്യോയുടെ കണക്ക്, പെർസെൻറ്റേജ് റേഷ്യോയുടെ വരുന്നത്. ഫസ്റ്റ് 45% OBCക്ക്, 16% SC കമ്മ്യൂണിറ്റീസിന്, അതുപോലെ 13% ST കമ്മ്യൂണിറ്റീസിന്. അങ്ങനെയാണ് എന്ത് പോകുന്നത്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? റോങ് ആണ്. ഓക്കെ, 60% ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. അതെന്താണ്? റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ്. നെക്സ്റ്റ്, അപ്പോൾ അത് റോങ് ആണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. കാരണം A അല്ല, അതുപോലെ Bയും അല്ല, Dയും അല്ല. ആൻസർ ആയിരിക്കും C ആയിരിക്കും. അതായത് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. In Kerala, a little over 60% of agriculture households are reported to have received maximum income from sources other than agricultural activities. Okay, maximum income from where? Sources other than agricultural activities. Okay, so അതെന്താണ്? ശരിയായുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. In Kerala, where about 61% of the agriculture households reported to have earned maximum income from sources other than the agricultural activities. Okay, agricultural activities അല്ലാതെ എന്ത് 61% അല്ലെങ്കിൽ 60%ഓളം എന്താണ് ഇൻകം ഉണ്ടാക്കുന്നത് കേരളത്തിൽ. ഓക്കെ, സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. സോ ആൻസർ ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ C ആണ്. 1 and 3 ഓൺലി ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്. How is the National Green Tribunal (NGT)
ഡിഫറെൻറ്റ് ഫ്രം ദ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. ഓക്കെ, സോ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലും അതുപോലെ എന്താണ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ദ NGT ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആൻ ആക്ട് whereas the CPCB has been created by an executive order of the government. Second statement, the NGT provides environmental justice and helps reduce the burden of litigation in the higher courts, whereas the CPCB promotes cleanliness of streams and wells and aims to improve the quality of air in the country. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 2 only, ഓപ്ഷൻ സി both 1 and 2, ഓപ്ഷൻ ഡി neither 1 nor 2. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്ന് നോക്കി. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ദ NGT അല്ലെങ്കിൽ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആൻ ആക്ട് വേറെ ദ CPCB ഹാസ് ബീൻ ക്രിയേറ്റഡ് ബൈ ആൻ എക്സിക്യൂട്ടീവ് ഓർഡർ എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കറിയാം NGT ആയാലും നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലായാലും അതുപോലെ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആയാലും ഇത് രണ്ടും എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓക്കെ, ഇത് രണ്ട് എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. NGT ആയാലും അതുപോലെ CPCB ആയാലും ഇത് രണ്ടും എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓക്കെ, അതായത് NGT ഉണ്ടാക്കിയിരിക്കുന്ന ഏതിനാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് 2010 നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് എന്നാണ് NGT ഉണ്ടായത്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് 2010 അതിലാണ് ഏത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് 2010 ഇത് NGT അല്ലെങ്കിൽ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൽ വന്നിട്ടുള്ളത്. ഓക്കെ, സോ അത് എന്താണ് ഈ നമ്മുടെ എൻവയോൺമെൻറ്റൽ കേസുകളൊക്കെ എന്താണ് സ്പീഡപ്പ് ആക്കാനായിട്ടുള്ള ട്രിബ്യൂണലാണ് ഏത് NGT എന്ന് പറയുന്നത്, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. ഇനി CPCB എന്താണ് അത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷനാണ്. ഇത് ഏത് ആക്ട് വഴിയാണ് വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ടിലാണ് വന്നത്. 1974 വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട്, വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974. സോ അതുകൊണ്ട് എന്താണ് രണ്ട് ആക്ട് ഏതിലാണ് വരുന്നത്, രണ്ട് ആക്ട് ഒരു സ്റ്റാറ്റ്യൂട്ടറി രണ്ടുപേരും എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും ഇതാക്കാനായിട്ട് തന്നെ ഒരു ആക്ട് ആവശ്യമാണ്. സോ NGT നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് 2010 വഴിയും CPCB വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974 വഴിയാണ് ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ എന്തായിരിക്കും, തീർച്ചയായിട്ടും റോങ് ആയിരിക്കും. ഓക്കെ, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ NGT provides, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ provides environmental justice and helps reduce the burden of litigation in the higher courts, whereas the CPCB promotes cleanliness of streams and wells and aims to improve the quality of air in the country. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഓക്കെ, രണ്ടുപേരുടെ ആ ഒരു എയിം അല്ലെങ്കിൽ രണ്ടുപേരുടെ ഒബ്ജക്റ്റീവ് എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. ഓക്കെ, CPCB എന്തിനു വേണ്ടിയാണ് അവരുടെ ഫംഗ്ഷനൊക്കെ എയർ പൊല്യൂട്ട് ചെയ്യാൻ അതുപോലെ തന്നെ വാട്ടറിൻ്റെ പൊല്യൂഷൻ തടയുക, ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് എന്ത് CPCB ഏറ്റെടുക്കുന്നത്. സോ അതാണ് ഇവിടെ പറഞ്ഞത്. CPCB പ്രൊമോട്ട് ക്ലീൻനെസ് ഓഫ് സ്ട്രീംസ് ആൻഡ് വെൽസ് ആൻഡ് എയിംസ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് എയർ ഇൻ ദ കൺട്രി. ഓക്കെ, എയർ ക്വാളിറ്റി അതുപോലെ എന്താണ് വാട്ടർ ക്വാളിറ്റി ഇതെല്ലാം എന്താണ് ഇതെല്ലാം ഉറപ്പുവരുത്തുന്നത് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്ന ആരാണ് CPCB ആണ്. ഓക്കെ, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻസർ ഏതായിരിക്കും, ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 only ആയിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ബോഡീസിൻ്റെ ഇപ്പോൾ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ അതുപോലെ എന്താണ് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അപ്പോൾ ഇതുപോലുള്ള ബോഡീസിൻ്റെയൊക്കെ എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്, അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട എയിം എന്തൊക്കെയായിരിക്കും, ഒബ്ജക്റ്റീവ് എന്തൊക്കെയായിരിക്കും, അത് ജസ്റ്റ് എന്താണ് നമ്മൾ നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. എസ്പെഷ്യലി എന്തെങ്കിലും ന്യൂസിൽ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് 5ാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. The Parliament of India can place a particular law in the 9th schedule of the Constitution of India. The validity of a law placed in the 9th schedule cannot be examined by any court and no judgment can be made on it. ഓക്കെ, നമുക്കിത് കാണുമ്പോൾ തന്നെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, വാലിഡിറ്റി ഓഫ് എ ലോ പ്ലേസ്ഡ് ഇൻ ദ 9th schedule cannot be examined by any court or no judgment can be made എന്നാണ് പറഞ്ഞത്. കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ബേസിക് സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചറിൽ എന്തെങ്കിലും ഒരു കേടുപാടുണ്ടായാൽ അത് തടയാനായിട്ടാണ് എന്ത് നമ്മുടെ കോർട്സ് ഉള്ളത്. അപ്പോൾ ഈ കോഡ്സിന് 9th schedule തൊടാൻ പറ്റില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും, എന്തായാലും തെറ്റാണ്. ഓക്കെ, സോ ബേസിക് സ്ട്രക്ചറുമായിട്ട് റിലേറ്റ് ആയിട്ട് എന്ത് കാര്യം വന്നാലും അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ബേസിക് സ്ട്രക്ചറിനെ ചെയ്യുന്ന രീതിക്ക്, ബേസിക് സ്ട്രക്ചറിനെ ഹാനികരമാവുന്ന രീതിക്ക് എന്ത് കാര്യങ്ങളുണ്ടായാലും അതിനെല്ലാം എന്താണ് കോർട്ടിന് ഇടപെടാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് എന്താണ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ആദ്യമേ നമുക്ക് തെറ്റാണെന്ന് മനസ്സിലാവും.
ദെൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് പറയുന്നത്? ദ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ ക്യാൻ പ്ലേസ് എ പർട്ടിക്കുലർ ലാ ഇൻ ദ 9th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ശരിയാണ്, കാരണം പാർലമെൻറ്റ് എന്താണ് 9th ഷെഡ്യൂളിലേക്ക് ചില ലോസ് എന്താണ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ 1 only ആയിരിക്കും. ഓക്കെ, നമുക്കറിയാം 9th ഷെഡ്യൂൾ ആഡ് ചെയ്തത് എന്താണ്? ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലാണെന്ത് 9th ഷെഡ്യൂൾ ആഡ് ചെയ്തത്. ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് 1951 സോ അത് ആ ഇതിലാണ് ഇത് 9th ഷെഡ്യൂൾ ആഡ് ചെയ്തത്. അതിലേക്ക് ഫസ്റ്റ് ആഡ് ചെയ്തായിരുന്നു ആർട്ടിക്കിൾ 31, ആർട്ടിക്കിൾ 31B ആഡ് ചെയ്തത്. കാരണം അതെന്തായിരുന്നു? ലാൻഡ് റിഫോമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. സോ ആർട്ടിക്കിൾ 31B എന്തായിരുന്നു? അതിലേക്ക് ആഡ് ചെയ്തു. അതിന് ഒരു പ്രൊട്ടക്റ്റീവ് അംബ്രല്ല എന്നുള്ള സ്റ്റാറ്റസ് ആയിരുന്നു കൊടുത്തത് ആ ടൈമിൽ. പ്രൊട്ടക്റ്റീവ് അംബ്രല്ല. ഓക്കെ, പക്ഷേ എന്ത് സംഭവിച്ചു? പിന്നീട് SC ഹെൽഡ് ചെയ്തു. സോ ആ ടൈമിൽ എന്താണ് SC ഇതിൻ്റെ വാലിഡിറ്റി അപ്പ് ചെയ്തു. ഓക്കെ, 9th ഷെഡ്യൂളിൽ എന്തായിരുന്നു? നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്താണ് ഇന്ത്യൻ പാർലമെൻറ്റിന് കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് 9th ഷെഡ്യൂളിലേക്ക് ലോസ് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷേ 2007 IR കൊയ്ലോ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് കേസിൽ മുകളിലായിട്ട് എഴുതാം. IR കൊയ്ലോ സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട്. സോ 2007 ഒരു വേർഡിക്റ്റ് ആയിരുന്നു. എന്തായിരുന്നു അതിൽ പറയുന്നത്? ഈ വേർഡിക്റ്റിൽ SC പറയുന്നത് എന്തെന്ന് വെച്ചാൽ ദോസ് വിച്ച് ലോ, ഓക്കെ, ഏതിലായാലും എന്താണ് അതിപ്പോൾ ദോസ് ഇൻക്ലൂഡഡ് ഇൻ ദ 9th ഷെഡ്യൂൾ ആയാലും ദാറ്റ് ക്യാൻ ബി ഓപ്പൺ ടു ജുഡീഷ്യൽ റിവ്യൂ. ഓക്കെ, അതെന്താണ്? ജുഡീഷ്യൽ റിവ്യൂവിന് വേണ്ടി ഓപ്പൺ ആണ്. കാരണം എന്താണ്? ബിക്കോസ് ഇറ്റ് ക്യാൻ വയലേറ്റ് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതിന് വേണമെങ്കിൽ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിക് സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ബേസിക് സ്ട്രക്ചറിനെ എന്ത് വയലേറ്റ് ചെയ്താലും എന്താണ്? സുപ്രീം കോർട്ടിന് അല്ലെങ്കിൽ കോർട്ടിന് എന്താണ്? അതിനെതിരെ നടപടിയെടുക്കാനുള്ള അധികാരമുണ്ട്. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് IR കൊയ്ലോ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് 2007 എന്ത് പറഞ്ഞു? ഈ 9th ഷെഡ്യൂളിലുള്ള എന്തായാലും ഓക്കെ, ഏതിലായാലും അതിപ്പോൾ 9th ഷെഡ്യൂളിലുള്ളതായാലും എന്താണ്? അത് ബേസിക് സ്ട്രക്ചറിനെ അമെൻഡ് ചെയ്യുന്ന രീതിക്കുള്ളതായാലും അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്യുന്ന രീതിക്കുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിലെന്താണ്? കോർട്ടിന് ഇടപെടാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ടാണ് ഇത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തെറ്റ് വരുന്നത്. The validity of a law placed in the 9th schedule can be examined by any court. ഓക്കെ, കാരണം can be examined by the court and no judgment can be made on it എന്നുള്ളത് തെറ്റാണ്. ഓക്കെ, അതുപോലെ എന്താണ്? cannot be examined എന്നുള്ളത് തെറ്റാണ്. കാരണം can be examined, അവിടെ എന്താണ്? കോർട്ടിനെ എക്സാമിൻ ചെയ്യാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ 1 only ആണ്. ഓക്കെ, അപ്പോൾ നമ്മളെന്താണ് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിനെ പറ്റി നോക്കുക. ഇതുപോലെ എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്ന് മാറി നമ്മുടെ ആർട്ടിക്കിൾ 31B എങ്ങോട്ട് പോയി? നോർമൽ ലോയിലേക്ക് പോയിട്ടുണ്ട്. സോ അത് എന്താണ്? അതിനൊരു പ്രൊട്ടക്റ്റീവ് അംബ്രല്ല എന്നുള്ള സ്റ്റാറ്റസ് കൊടുത്തു. പിന്നെ എന്താണ്? അതിൻ്റെ ഏത് കേസ് സ്റ്റഡിയിലാണ് റിവ്യൂ ചെയ്ത്? അതേതാണ്? IR കൊയ്ലോ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട് 2007 ആണ്. അപ്പോൾ എന്താണ്? ആ ഒരു കേസ് സ്റ്റഡിയും കൂടെ ജസ്റ്റ് നോക്കി വയ്ക്കുക. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കേസ് സ്റ്റഡീസ് ഉണ്ട്, അത് ജസ്റ്റ് നോക്കി വയ്ക്കുക. കാരണം അത് വേണമെങ്കിൽ നമുക്ക് എന്താണ് ഓർഡർ വൈസും ചോദിക്കാം. ഫസ്റ്റ് ഏതായിരുന്നു ഉണ്ടായിരുന്നത്, സെക്കൻഡ് ഏതായിരുന്നു, അങ്ങനെ. ഓക്കെ, അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിലുണ്ട്, DPSPയിലുണ്ട്, ഇതുപോലെ നമ്മളിപ്പോൾ പറഞ്ഞ ഈ IR കൊയ്ലോ കേസിൻ്റെ ആ കാര്യത്തിലുണ്ട്, 9th ഷെഡ്യൂളിലുണ്ട്. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് സ്റ്റഡീസും കൂടെ അതിൽ ഏതൊക്കെയാണ് വരുന്നത് നോക്കി വയ്ക്കുക. നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ. Which one of the following best describes the term merchant discount rate sometimes seen in the news? മെർച്ചൻറ്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇത് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? നമ്മുടെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. എന്താണ് മെർച്ചൻറ്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ, the incentive given by a bank to a merchant for accepting payments through debit cards pertaining to the bank. Second one, the amount paid back by banks to their customers when they use a debit cards for financial transactions for purchasing goods or services. Third statement, the charge to a merchant by a bank for accepting payments from his customer through the bank's debit card. And D, the incentive given by government to merchants for promoting digital payments by their customers through point of sale machines and debit cards. സോ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ദ ചാർജ് ടു എ മെർച്ചൻറ്റ് ബൈ എ ബാങ്ക് ഫോർ അക്സെപ്റ്റിംഗ് പേയ്മെൻറ്റ്സ് ഫ്രം ഹിസ് കസ്റ്റമേഴ്സ് ത്രൂ ദ ബാങ്ക്സ് ഡെബിറ്റ് കാർഡ്. ഓക്കെ, അതാണ് ഏതെന്ന് പറയുന്നത്? മെർച്ചൻറ്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, മെർച്ചൻറ്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അത് മെർച്ചൻറ്റ് ഒരു എമൗണ്ട് കൺസിഡർ ചെയ്യണം ഒരു ബിസിനസ് വെക്കുമ്പോൾ. ഓക്കെ, മെർച്ചൻറ്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫീ ആണ്. ആൻഡ് ദാറ്റ് മെർച്ചൻറ്റ് മസ്റ്റ് കൺസിഡർ വെൻ മാനേജിങ് ദ ഓവറോൾ കോസ്റ്റ് ഓഫ് ദ ബിസിനസ്. അവർ ഓവറോൾ കോസ്റ്റ് ഓഫ് ബിസിനസ് ചെയ്യുമ്പോൾ എന്താണ് അതിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു ചാർജ് അല്ലെങ്കിൽ അതിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫീ കൂടിയാണ് എന്ന് പറയുന്നത് മെർച്ചൻറ്റ് ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. ദ ചാർജ് ടു എ മെർച്ചൻറ്റ് by a bank for accepting payments from his customers through the bank's debit card. Okay,
സോ അതാണ് 6th ക്വസ്റ്റ്യൻ, ആൻസർ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7ാമത്തെ ക്വസ്റ്റ്യൻ. What is or are the consequences of a country becoming the member of the nuclear suppliers group? First one, it will have access to the latest and most efficient nuclear technologies. Second statement, it automatically become the member of the Treaty of the Non-Proliferation of Nuclear Weapons, NPT ഇൻക്ലൂഡ് ആവുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമുക്കറിയാം സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിന് മുന്നേ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ഇതിന് മുന്നേ നമ്മൾ എന്താണ് പ്രൊളിഫറേഷൻ ട്രീറ്റിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിലെന്താണ് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ എന്താണ് ഒരു മെമ്പർ ന്യൂക്ലിയർ സപ്ലൈ ഗ്രൂപ്പിലെ മെമ്പർ ആയെന്ന് പറഞ്ഞാൽ അവരെന്താണ് ഓട്ടോമാറ്റിക്കലി NPTയിൽ മെമ്പർ ആവത്തില്ല. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് നമുക്ക് ആദ്യമേ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. സോ അതെന്താണ് തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് പറയുന്നത്? ഇറ്റ് വിൽ ഹാവ് ആക്സസ് ടു ദ ലേറ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് എഫിഷ്യൻറ്റ് ന്യൂക്ലിയർ ടെക്നോളജി. അതെന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, 1 ഒൺലിയാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ന്യൂക്ലിയർ സപ്ലയേഴ്സ് ഗ്രൂപ്പിനെ പറ്റിയാണ് ചോദിച്ചത്. NSG ആണ് ചോദിച്ചിരിക്കുന്നത്, ന്യൂക്ലിയർ സപ്ലയർ ഗ്രൂപ്പ്. ഓക്കെ, എന്താണ് NSG എന്ന് പറയുന്നത്? ഇതെന്ന് പറഞ്ഞാൽ ഒരു മൾട്ടിലാറ്ററൽ എക്സ്പോർട്ട് കൺട്രോൾ റെജിമാണ്. ഓക്കെ, ആൻഡ് എ ഗ്രൂപ്പ് ഓഫ് ന്യൂക്ലിയർ സപ്ലയർ കൺട്രീസ്. എന്തിനു വേണ്ടിയാണിത്? ടു seek to prevent nuclear proliferation by controlling the export of materials, equipments and technology. ഓക്കെ, അതായത് എന്താണ് നമ്മുടെ ന്യൂക്ലിയർ കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാനും അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രൊളിഫറേഷനും വേണ്ടി അത് കൺട്രോൾ ചെയ്യുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് വന്നേക്കുന്നത്. ആൻഡ് ആൾസോ എന്തൊക്കെയാണ് അതിൻ്റെ എക്സ്പോർട്ട് മെറ്റീരിയൽ കൺട്രോൾ ചെയ്യുക, അതുപോലെ എക്യുപ്മെൻറ്റ് കൺട്രോൾ ചെയ്യുക, അതിനുള്ള ടെക്നോളജി, ഇതിനെല്ലാം വേണ്ടിയാണ് വന്നിട്ടുള്ളത് ഈ ന്യൂക്ലിയർ സപ്ലൈസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, NSG എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതെന്താണ് ഒരു മൾട്ടിലാറ്ററൽ എക്സ്പോർട്ട് കൺട്രോൾ റെജിമാണ്. ഓക്കെ, ഒരു മൾട്ടിലാറ്ററൽ എക്സ്പോർട്ട് കൺട്രോൾ റെജിം, അതാണ് എന്ന് പറയുന്നത് ഈ NSG എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് NPT. നമുക്കറിയാം NPT ട്രീറ്റി നമ്മൾ ഇതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇതൊരു ഇൻ്റർനാഷണൽ ട്രീറ്റിയാണ്. എന്താണ് ഇതിന് 3 ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. എന്തൊക്കെയാണ് ആ 3 ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? ഒന്ന് നോൺ പ്രൊളിഫറേഷൻ, ദെൻ ഡിസാർമെൻറ്റ് ആൻഡ് തേർഡ് വൺ ഈസ് പീസ്ഫുൾ യൂസ് ഓഫ് ന്യൂക്ലിയർ എനർജി. ഇത് മൂന്നാണ് എന്ത് ഈ ഒരു NPTയിൽ പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് പറയുന്നത്? നമുക്ക് ഇവിടെ ആയിട്ട് എഴുതാം. നോൺ പ്രൊളിഫറേഷൻ, disarmament, then third വരുന്നത് പീസ്ഫുൾ യൂസ് ഓഫ് ന്യൂക്ലിയർ എനർജി. പീസ്ഫുൾ യൂസ് ഓഫ് ന്യൂക്ലിയർ എനർജി. അപ്പോൾ ഇത് മൂന്നാണെന്ത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, എൻ്റെ NPTയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇന്ത്യ എന്താണ് NPT ഒരു ഡിസ്ക്രിമിനേറ്ററി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് എന്താണ് ഇന്ത്യയിൽ സൈൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഇന്ത്യ ഈ ഒരു NPT എന്ന് പറയുന്ന ട്രീറ്റി എന്താണ് ഒരു ഡിസ്ക്രിമിനേറ്ററി ആയിട്ട് കാണുന്നുണ്ട്. കാരണം അതുകൊണ്ട് എന്താണ് ഇതിൽ സൈൻ ചെയ്തില്ല. കാരണം ഇന്ത്യ പറയുന്നതെന്ന് വെച്ചാൽ എന്താണ് ഇത് കുറച്ച് മോണോപ്പൊളി ഉള്ള രാജ്യങ്ങൾ മാത്രമാണ് ഇത് അനുഭവിക്കുന്നത്. കാരണം ബാക്കിയുള്ള രാജ്യത്തിന് എന്താണ് ഇതിൻ്റെ ഇത് കിട്ടില്ല. എസ്പെഷ്യലി ഏതൊക്കെയാണ് 5 ന്യൂക്ലിയർ വെപ്പൺ പവേഴ്സ് ഉണ്ട്, നമുക്കറിയാം 5 ന്യൂക്ലിയർ വെപ്പൺ പവേഴ്സ്. ആരൊക്കെയാണത്? US, ദെൻ റഷ്യ, UK, ഫ്രാൻസ് ആൻഡ് ഫൈനലി ചൈന. അപ്പോൾ ഇവർ മോണോപോളിയാണെന്ത് ഇത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇന്ത്യ ഈ ഒരു ട്രീറ്റി അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിൽ സൈൻ ചെയ്തിട്ടില്ല. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1 only ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. With reference to India's decision to levy an equalization of 6% on online advertisement services offered by non-resident entities, which of the following statement is or are correct? Okay, so question related to levy and equalization. Equalization levy പറ്റി ചോദിച്ചേക്കുന്നതാണ്. First one, it is introduced as part of the Income Tax Act. Second one, non-resident entities that offer advertisement services in India can claim a tax credit in their home country under the Double Taxation Avoidance Agreement. So ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്ന് ചോദിച്ചേക്കുന്നത്? ആൻസർ എന്താണ്? ഈ 2 സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഓക്കെ, നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ എഴുതാൻ പറ്റത്തുള്ളൂ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, നെയ്തർ 1 nor 2 ആണ്. ഓക്കെ, ഇക്വലൈസേഷൻ ലീവി ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്താണ്? ഒരു ഡിജിറ്റൽ ട്രാൻസാക്ഷന് വേണ്ടി, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഇന്ത്യയിൽ ടാക്സിങ്ങിൽ ഉള്ളൊരു ഡിജിറ്റൽ ട്രാൻസാക്ഷൻ. ഓക്കെ, ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഓഫ് ടാക്സിങ്, ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ഓഫ്
ടാക്സ്. ഇതിനു വേണ്ടി കൊണ്ടുവന്നതാണ് ഏത് ഈക്വലൈസേഷൻ ലിവി എന്ന് പറയുന്നത്. 2016 അത് കൊണ്ടുവന്നത്. ഓക്കെ, സോ ഇത് ഏതിൻ്റെ ഇൻകം ടാക്സ് ആക്ടിൻ്റെ പാർട്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇത് ഇൻകം ടാക്സ് ആക്ടിൻ്റെ പാർട്ടല്ല, ഇത് ഏതിൻ്റെ പാർട്ടാണ്? ഫിനാൻസ് ആക്ടിൻ്റെ പാർട്ടാണ്. ഓക്കെ, ഫിനാൻസ് ആക്ട് 2016 അതിൻ്റെ പാർട്ടാണ് എന്ന് പറയുന്നത് ഈ ലീവ് ഓഫ് ഈക്വലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. ഇനി രണ്ടാമത് പറയുന്നത് എന്താണ്? നോൺ റെസിഡൻറ്റ് എൻറ്റിറ്റീസ് ദാറ്റ് ഓഫർ അഡ്വർടൈസ്മെൻറ്റ് സർവീസസ് ഇൻ ഇന്ത്യ ക്യാൻ ക്ലെയിം എ ടാക്സ് ക്രെഡിറ്റ് ഇൻ ദെയർ ഹോം കൺട്രി. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. അങ്ങനെ എന്താണ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഈ ഡബിൾ ടാക്സ് അവോയ്ഡൻസ് എഗ്രിമെൻറ്റ്സിന് വേണ്ടി എന്താണ്? ഡബിൾ ടാക്സേഷൻ അവോയ്ഡൻസ് എഗ്രിമെൻറ്റ്സിന് വേണ്ടി അവർക്ക് എന്താണ് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. ഓക്കെ, സോ ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെയ്തർ 1 nor 2 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. The Fiscal Responsibility and Budget Management (FRBM) Review Committee report has recommended a debt-to-GDP ratio of 60% for the general combined government by 2023, comprising 40% for the central government and 20% for the state government. Second one, the central government has domestic liabilities of 21% of GDP as compared to that of 49% of GDP to the state government. Third one, as per the Constitution of India, it is mandatory for a state to take the central government's consent for raising any loan if the former owes any outstanding liabilities to the later. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. ദ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് എ ഡൊമസ്റ്റിക് ലയബിലിറ്റി ഓഫ് 21%. സെൻട്രൽ ഗവൺമെൻറ്റിന് ഡൊമസ്റ്റിക് ലയബിലിറ്റി 21%, അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എത്രയാണ്? 49 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഹിസ്റ്ററിയിൽ തന്നെ എന്താണ് ഇതുവരെയായിട്ടും സെൻട്രൽ ഗവൺമെൻറ്റിന് ഇതുപോലെ എന്താണ് കുറവും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് കൂടുതലായിട്ട് വന്നിട്ടില്ല. ഓക്കെ, സോ സെൻട്രൽ ഗവൺമെൻറ്റ്സ് ഡൊമസ്റ്റിക് ലയബിലിറ്റി ഹാവ് ബിൻ ഹിസ്റ്റോറിക്കലി ബിൻ മച്ച് ഹയർ ആയിരിക്കും ഏതിനെക്കാട്ടി? സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ കാട്ടി. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് നോർമലി വരണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് നോർമലി 45 to 50 വരെയാണ് വരുന്നത്. ഓക്കെ, 45 to 50 ഇതിനിടയിലായിരിക്കും എന്ത്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ലയബിലിറ്റി എന്ന് പറയുന്നത് 45 to 50%. പക്ഷേ അതേ ടൈമിൽ എന്താണ്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഏകദേശം 25 to 30 മാത്രമാണ് വരുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് 25 to 30% ആയിരിക്കും സ്റ്റേറ്റ് ഗവൺമെൻറ് ലയബിലിറ്റി എന്ന് പറയുന്നത്. സോ സെൻട്രൽ ഗവൺമെൻറ് ഹാവ് 45 to 50% ഓഫ് ലയബിലിറ്റീസ് വൈൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാവ് 25 to 30%. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അപ്പോഴേ എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. തെറ്റാണെന്ന് മനസ്സിലാവും. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഏതൊക്കെ ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം? ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്യാം. കാരണം ഇത് നമ്മൾ എന്താണ് ജസ്റ്റ് ഒരു ജനറൽ അവയർനെസ് വെച്ച് നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി. കാരണം എപ്പോഴും എന്തായിരിക്കും സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും എന്ത് ലയബിലിറ്റി കൂടുതൽ വരുന്നത്. സോ ഇവിടെ കൊടുത്തേക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് 21 ഉള്ളതെന്നാണ് പറഞ്ഞത്, അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ് 49 എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും? എന്തായാലും റോങ് ആയിരിക്കും. സോ നമുക്ക് എന്താണ് അത് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. The Fiscal Responsibility and Budget Management Review Committee report has recommended a debt to GDP ratio of 60% for the general government by 2023. അതിൽ 40% സെൻട്രൽ ഗവൺമെൻറ്, 20% സ്റ്റേറ്റ് ഗവൺമെൻറ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓക്കെ, കാരണം എന്താണ് ഇതിൽ FRBM പറയുന്നത് എന്താണ്? ടോട്ടൽ 60% ഉള്ളിൽ 40% എങ്ങോട്ട് പോകുന്നു? 60%ൽ 40% സെൻട്രൽ ഗവൺമെൻറ്റിനും അതുപോലെ 20% എങ്ങോട്ടാണ് പോകുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് പോകുന്നത്. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ ദ സ്റ്റേറ്റ് ടു ടേക്ക് ദ സെൻട്രൽ ഗവൺമെൻറ്റ്സ് കൺസെൻറ്റ് ഫോർ റൈസിങ് എനി ലോൺ ഇഫ് ദ ഫോമർ ഓസ് എനി ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റീസ് ടു ലേറ്റർ. ഓക്കെ, സോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ലോൺ എടുക്കുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കൺസെൻറ്റ് വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അതെന്താണ്? ശരിയായിട്ടുള്ള കാര്യമാണ്. ആർട്ടിക്കിൾ 293 ഓക്കെ 293 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ടിക്കിൾ 293 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഇത് എക്സ്പ്ലിസിറ്റ്ലി മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് the states may not raise any loan without the consent of government of India and എങ്ങനെയാണ്? if the former owes any outstanding liabilities to the later. So the article 293 clause 3 എന്താണ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. സോ അത് എന്താണ്? ശരിയാണ്. അപ്പോൾ ആൻസർ 1 and 3 ആണ്. 1ഉം 3ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. 1 and 3 ഓൺലി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider the following statement.
the quantity of imported edible oil is more than the domestic production of edible oils in the last 5 years. Second one, the government does not impose any customs duty on all the imported edible oils as a special case. So ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചിരുന്നത്. നമ്മൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ തന്നെ നോക്കി, the government does not impose any customs duty on all the imported edible oils as a special case. കാരണം ഗവൺമെൻറ് എന്താണ് ഒരു എഡിബിൾ ഓയിൽസിനും അല്ലെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഒന്നിനും എന്താണ് ഒരു എഡിബിൾ ഓയിൽസിനും കസ്റ്റംസ് ഡ്യൂട്ടി കൊടുത്തില്ല എന്തായിരിക്കും പ്രശ്നം ഉണ്ടാകുന്നത്? നമ്മുടെ ലോക്കലായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള എഡിബിൾ ഓയിൽസിന് അല്ലെങ്കിൽ എന്താണ് ഈ ഓയിൽസിലെ ഫാമേഴ്സിന് എന്തായിരിക്കും അത് ഭയങ്കര ബാഡായിട്ടായിരിക്കും അത് എഫക്റ്റ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് എന്താണ് ഒരിക്കലും ഗവൺമെൻറ് അങ്ങനെ ഒരു കാര്യം ചെയ്യത്തില്ല. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എന്താണ് അപ്പോഴേ റോങ് ആയിട്ട് കൺസിഡർ ചെയ്യാം. കാരണം എന്താണ് ഗവൺമെൻറ് ഡസ് നോട്ട് ഇമ്പോസ് എനി കസ്റ്റംസ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആ ഒരു കാര്യം വന്നാൽ എന്താണ് ഗവൺമെൻറ് കസ്റ്റംസ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ എന്താണ് ഡൊമസ്റ്റിക് ഓയിൽ മേക്കേഴ്സിന് എന്താണ് അത് ഒരുപാട് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദ ക്വാണ്ടിറ്റി ഓഫ് ഇമ്പോർട്ടഡ് എഡിബിൾ ഓയിൽ ഈസ് മോർ ദാൻ ദ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഓഫ് എഡിബിൾ ഓയിൽ ഇൻ ദ ലാസ്റ്റ് 5 years. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, 1 only ആണ്. ഓക്കെ, നമ്മൾ ഏകദേശം എന്താണ് 60% നമ്മൾ എന്താണ് ഇമ്പോർട്ട് ആയിട്ടാണ് വാങ്ങുന്നത്. ഓക്കെ, സോ ഡിമാൻഡ് ഫോർ എഡിബിൾ ഓയിൽ ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ഹയർ ദാൻ ദ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ലീഡിങ് ടു ദ ഡിപ്പെൻഡൻസ് ഓൺ ഇമ്പോർട്ടൻറ്റ് ഓയിൽ. ഓക്കെ, നമ്മളെന്താണ് ഇമ്പോർട്ടഡ് ഓയിലാണ് കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്, 1 only ആയിരിക്കും. Next question. He wrote biographies of Mazzini, Garibaldi, Shivaji and Sri Krishna, then stayed in America for some time and was also elected to the Central Assembly. He was. അപ്പോൾ ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ബയോഗ്രാഫീസ് ഓഫ് മസിനി, ഗാരിബാൾഡി, ദെൻ ശിവജി ആൻഡ് കൃഷ്ണ ആൻഡ് ആൾസോ stayed in America for some time and he was also elected to the Central Assembly. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ഇതിൽ ആർക്കാണുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ആരായിരിക്കും? ആൻസർ ഓപ്ഷൻ സി ആണ്, ലാല ലജ്പത് റായ് ആണ്. ഓക്കെ, ആൻസർ ഓപ്ഷൻ സി, ലാല ലജ്പത് റായ് ആണ്. കാരണം അദ്ദേഹമാണ് ഇത് മസിനി ആയാലും അതുപോലെ ഗാരിബാൾഡിയുടെ ആയാലും ബയോഗ്രഫീസ് ചെയ്തിട്ടുള്ളത്. ഈ മസിനിയും ഗാരിബാൾഡി ആരാണ്? ഇവർ രണ്ടുപേരും ഇറ്റാലിയൻ റവല്യൂഷണറീസ് ആണ്. ഓക്കെ, ഈ മസിനി അതുപോലെ ഗാരിബാൾഡി ആരായിരുന്നു? ഇറ്റാലിയൻ റവല്യൂഷണറീസ് ആണ്. ഓക്കെ, സോ അവർ രണ്ടുപേരുടെയും ബയോഗ്രഫീസ് ആര് എഴുതിയിട്ടുണ്ട്? ലാല ലജ്പത് റായ് എഴുതിയിട്ടുണ്ട്. അതുകൂടാതെ എന്താണ് ഈ ആൾസോ റൈറ്റ് അബൌട്ട് ശിവജി ആൻഡ് ശ്രീകൃഷ്ണ. ദെൻ ഹി സ്റ്റേഡ് ഇൻ അമേരിക്ക ഫോർ സം ടൈം. എന്താണ് 1914 മുതൽ 20 വരെ എന്താണ് അദ്ദേഹം 14 to 1920 വരെ എന്താണ് അദ്ദേഹം അമേരിക്കയിലായിരുന്നു. ഓക്കെ, സോ ഹി സ്റ്റേഡ് ഇൻ അമേരിക്ക വെൻ 1914 to 1920 വരെ. ആ ടൈം എന്തായിരുന്നു? അദ്ദേഹം അമേരിക്കയിലായിരുന്നു. ആൻഡ് ആൾസോ ഹി റോഡ്, ഇദ്ദേഹം എന്താണ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ 3 പേരുടെ അല്ലാതെ എന്താണ് ഇദ്ദേഹം എന്ത് സ്വാമി ദയാനന്ദ സരസ്വതിയെ പറ്റി എന്താണ് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ദയാനന്ദ സരസ്വതി. സോ ദയാനന്ദ സരസ്വതിയെ പറ്റി എന്താണ് അദ്ദേഹം ബുക്സ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ആൾസോ ഹി ഫൗണ്ട് ദ ഇന്ത്യൻ ഹോം റൂൾ ലീഗ് ഓഫ് അമേരിക്ക ഇൻ ന്യൂയോർക്ക്. ഓക്കെ, ഇന്ത്യൻ ഹോം റൂൾ ലീഗ് ഓഫ് അമേരിക്ക. എവിടെയായിരുന്നു? ന്യൂയോർക്കിലായിരുന്നു. സോ അത് ഫൗണ്ട് ചെയ്ത ആരായിരുന്നു? ഇദ്ദേഹമായിരുന്നു. 1917 അദ്ദേഹം ഇത് ഫൗണ്ട് ചെയ്തത്. 1917 ഇന്ത്യൻ ഹോം റൂൾ ലീഗ് ഓഫ് അമേരിക്ക ന്യൂയോർക്കിൽ അദ്ദേഹം എന്താണ് ഫൗണ്ട് ചെയ്തു. ഓക്കെ, സോ ദെൻ അദ്ദേഹം എന്താണ് വീണ്ടും തിരിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു. അതിനുശേഷമാണ് എന്ത് അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് വരികയും 1923 സെൻട്രൽ അസംബ്ലിയിലേക്ക് എലക്ട് ചെയ്യുകയും ചെയ്തത്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ് ഈ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം ആരെ പറ്റിയാണ് പറയുന്നത്? ലാല ലജ്പത് റായിയെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, ഈ 1923 അദ്ദേഹം ഇന്ത്യയിലേക്ക് പിന്നെ തിരിച്ചു വന്നത്. 20 വരെ അമേരിക്ക ഉണ്ടായിരുന്നു. ദെൻ 23 ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം എന്താണ് സെൻട്രൽ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുത്തു. അത് ഏത് പാർട്ടിയായിരുന്നു റെപ്രസെൻറ്റ് ചെയ്തത്? അദ്ദേഹം സ്വരാജ് പാർട്ടിയായിരുന്നു റെപ്രസെൻറ്റ് ചെയ്തത്. സ്വരാജ് പാർട്ടി. സോ സ്വരാജ് പാർട്ടി റെപ്രസെൻറ്റ് ചെയ്തിരുന്നു. ഓക്കെ, സോ ഇത്രയും എന്തായിരുന്നു ലാല ലജ്പത് റായിയെ പറ്റിയുള്ള കാര്യങ്ങളാണ്. നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ആധാർ കാർഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ പ്രൂഫ് ഓഫ് സിറ്റിസൺഷിപ്പ് ഓർ ഡൊമിസൈൽ. Once issued, Aadhaar number cannot be deactivated or omitted by the issuing authority. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആധാർ കാർഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ പ്രൂഫ് ഓഫ് സിറ്റിസൺഷിപ്പ് ആൻഡ്
സിറ്റിസൺഷിപ്പ് ഓർ ഡൊമിസൈൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം ആധാർ എന്താണ് നമുക്ക് സിറ്റിസൺഷിപ്പിനോ അതേപോലെ എന്താണ് ഡൊമിസൈലിനോ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയല്ല, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ അക്കോർഡിംഗ് ടു ദ ആധാർ ആക്ട് 2016, അതുപോലെ തന്നെ എന്താണ് ആധാർ ആക്ട് 2016 അതുപോലെ ഒരുപാട് ഗവൺമെൻറ് അതോറിറ്റീസ് പറയുന്നുണ്ട്. ഓക്കെ, ഗവൺമെൻറ് അതോറിറ്റീസും കൂടാതെ ഏതാണ് UIDAIയും പറയുന്നുണ്ട്. ഏതാണ് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ, അതാണ് UIDAI. അവർ പറയുന്നത് എന്താണ് ആധാർ ഒരു പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ആൻഡ് റെസിഡൻസ് മാത്രമാണ്. ഓക്കെ, ആധാർ എന്ന് പറയുന്നത് എന്താണ് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ഓർ റെസിഡൻസ്. അതിനെന്താണ് സിറ്റിസൺഷിപ്പോ അല്ലെങ്കിൽ ഡൊമിസൈലോ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, സോ ഇതെന്താണ് ഇത് ആർക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഇഷ്യൂഡ് ടു റെസിഡൻസ് ഹു ഹാവ് സ്റ്റേഡ് ഇൻ ഇന്ത്യ ഫോർ 182 days ഓർ മോർ ഇൻ ദ 12 months. ഓക്കെ, 182 days സ്റ്റേ ചെയ്തവർക്ക് എന്താണ് ആധാർ കിട്ടാനുള്ള യോഗ്യത ഉണ്ട്. സോ അതുകൊണ്ട് എന്താണ് അത് നമുക്ക് സിറ്റിസൺഷിപ്പിൻ്റെ അല്ലെങ്കിൽ ഡൊമിസൈലിൻ്റെ ഇതായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ് റോങ് ആയിട്ടാണ്. ഏതൊക്കെ ആക്റ്റാണ്? ആധാർ ആക്ട് 2006 പറയുന്നുണ്ട്, അതുപോലെ എന്താണ് UIDAIയും പറയുന്നുണ്ട്. അവർ ഒരുപാട് നോട്ടിഫിക്കേഷനിലും എല്ലാത്തിലും എന്താണ് ഇത് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആധാർ എന്താണ് ജസ്റ്റ് ഒരു പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ റെസിഡൻസ് മാത്രമാണ്. അതിനെന്താണ് ഡൊമിസൈലോ അതുപോലെ സിറ്റിസൺഷിപ്പോ ആക്കി കൺസിഡർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സെക്കൻഡ് പറയുന്നത് വൺസ് ഇഷ്യൂഡ് ആധാർ നമ്പർ കനോട്ട് ബി ഡീആക്ടിവേറ്റഡ് ഓർ ഒമിറ്റഡ് ബൈ ദ ഇഷ്യൂയിങ് അതോറിറ്റി. ഓക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണ്. കാരണം ഇഷ്യൂ ചെയ്ത ആധാർ ഇതെന്താണ് ഡീആക്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത്, അത് തെറ്റാണ്. ഓക്കെ, സോ ദ UIDAI ഹാവ് ദ പവർ ടു ഡീആക്ടിവേറ്റ് ഓർ ഒമിറ്റ് ദ ആധാർ നമ്പർ അണ്ടർ സർട്ടൻ കണ്ടീഷൻസ്. ഓക്കെ, സോ UIDAIക്ക് എന്താണ് അതിൻ്റെ ആധാർ നമ്പർ ഒമിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തായിരിക്കും അത് ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള പവർ ഉണ്ട്. സോ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ആൻസർ അപ്പോൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, നെയ്തർ 1 nor 2 ആയിരിക്കും. ഓക്കെ, സോ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഫസ്റ്റ് പറയുന്നത് ആധാർ എന്താണ് സിറ്റിസൺഷിപ്പിൻ്റെ പ്രൂഫായിട്ട് അല്ലെങ്കിൽ ഡൊമിസൈലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ റെസിഡൻസിൻ്റെ പ്രൂഫായിട്ട് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആധാർ നമ്പർ എന്താണ് ഡീആക്ടിവേറ്റ് ചെയ്യാനോ ഒമിറ്റ് ചെയ്യാനോ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ പറ്റും, കാരണം UIDAIക്ക് അതിനുള്ള പവറുണ്ട്. ഓക്കെ, യൂണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ അവർക്ക് എന്താണ് ഇതിനുള്ള പവറുണ്ട്. നെക്സ്റ്റ് 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Which of the following has or have shrunk immensely or dried up in the recent past due to human activities? ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം ഇതിൽ ഏതാണ് shrunk ആയെന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് പറയുന്നത് ഏതാണ്? അരാൽ സി, സെക്കൻഡ് ബ്ലാക്ക് സി, ദെൻ ലേക്ക് ബൈക്കൽ. ഇതിൽ ഏതാണ് shrunk ആയിട്ടുള്ളത്? ഓപ്ഷൻ എ 1 only, ഓപ്ഷൻ ബി 2 and 3, ഓപ്ഷൻ സി 2 only, ഓപ്ഷൻ ഡി 1 and 3. അപ്പോൾ ഇതിൽ ഏതായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ മാത്രമാണ്, അരാൽ സി ആണ്. ഓക്കെ, അരാൽ സി മാത്രമാണ് ഇത് ഡ്രൈഡ് അപ്പ് ആയിട്ടുള്ളത്. അരാൽ സി എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കൽ വേൾഡിലെ 4th largest ലേക്കാണ്. ഓക്കെ, ഓൺസ് ഇറ്റ് വാസ് വേൾഡ്സ് 4th largest ലേക്കായിരുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് മാപ്പിൽ കാണാം, അത് ഈ ഒരു റൗണ്ട് ചെയ്തേക്കുന്ന പോർഷനാണ് ഇത് അരാൽ സി എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ വേൾഡിൽ തന്നെ 4th largest ലേക്കായിരുന്നു എന്ന് പറയുന്നത് അരാൽ സി എന്ന് പറയുന്നത്. ബട്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഏകദേശം 90% shrunk ആയിട്ടുണ്ട്. ഓക്കെ, 90% ഓഫ് ദ സീ become shrunk. ഓക്കെ, എന്തായിരുന്നു ഇതിൻ്റെ പ്രൈമറി കോസ് എന്ന് പറയുന്നത്? എന്തായിരുന്നു? സോവിയറ്റ് ഏറയിൽ ഉണ്ടായിരുന്ന മാസീവ് ഇറിഗേഷൻ പ്രോജക്ട്സ് ആയിരുന്നു. ഓക്കെ, മാസീവ് ഇറിഗേഷൻ പ്രോജക്ട്സ് ഇൻ സോവിയറ്റ് ഏറ. മാസീവ് ഇറിഗേഷൻ പ്രോജക്ട്സ്. സോ അതായിരുന്നു എന്ത് ഇതിന് കാരണം, ഇത് ഡ്രൈ അപ്പിനായിട്ടുള്ള കാരണം. ഓക്കെ, കാരണം എസ്പെഷ്യലി എന്തായിരുന്നു ഇവിടുത്തെ വാട്ടർ ഡൈവേർട്ട് ചെയ്ത് വേറെ 2 റിവേഴ്സിലേക്കൂടെ കൊടുക്കുമായിരുന്നു. അതായത് ആ റിവേഴ്സിൻ്റെ പേരാണ് അമു ധാര്യ, അതുപോലെ എന്താണ് സൈർ ധാര്യ. അപ്പോൾ ഇതുപോലുള്ള 2 റിവേഴ്സിൽ എന്തായിരുന്നു ഇവിടുത്തെ വെള്ളം ഡൈവേർട്ട് ചെയ്തൊക്കെ കൊടുക്കുകയായിരുന്നു. സോ അങ്ങനെ എന്താണ് ഈ ഒരു ലേക്കിന് അല്ലെങ്കിൽ ഈ ഒരു ലേക്ക് സ്ട്രിങ്ക് ആവാനായിട്ട് കാരണം. ഓക്കെ, സോ പ്രധാനമായിട്ടുള്ള കോസ് എന്തായിരുന്നു? മാസീവ് ഇറിഗേഷൻ പ്രോജക്ട്സ് അതായത് സോവിയറ്റ് എറയിലുണ്ടായിരുന്നു. ഓക്കെ, സോ അതാണ് 13ാമത്തെ ആൻസർ. എന്താണ്? ഓപ്ഷൻ എ ആണ്, 1 only ആയിരിക്കും. നെക്സ്റ്റ് 14th ക്വസ്റ്റ്യൻ. റൂൾ ഓഫ് ലോ ഇൻഡെക്സ് ഈസ് റിലീസ്ഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ്? അപ്പോൾ റൂൾ ഓഫ് ലോ ഇൻഡെക്സ് ആരാണ് റിലീസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിരുന്നത്? ഓപ്ഷൻ എ ആംനസ്റ്റി ഇൻ്റർനാഷണൽ, ഓപ്ഷൻ ബി ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്,
ഓപ്ഷൻ സി ദ ഓഫീസ് ഓഫ് ദ UN കമ്മീഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ്. ഓപ്ഷൻ ഡി വേൾഡ് ജസ്റ്റിസ് റിപ്പോർട്ട്. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് അറിഞ്ഞിരുന്നാൽ മാത്രമേ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം റൂൾ ഓഫ് ലോ ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്ന ആരാണ്? വേൾഡ് ജസ്റ്റിസ് പ്രോജക്റ്റ് ആണ്. ഓക്കെ, ഇതെന്താണ്? ഒരു ഇൻഡിപെൻഡൻറ്റ് മൾട്ടി ഡിസിപ്ലിനറി ഓർഗനൈസേഷനാണ്. ഓക്കെ, ഈ വേൾഡ് ജസ്റ്റിസ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള മൾട്ടി ഡിസിപ്ലിനറി ഓർഗനൈസേഷനാണ്. ഓക്കെ, സോ അതാണ് വേൾഡ് ജസ്റ്റിസ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. സോ അവരാണ് ഏത് റൂൾ ഓഫ് ലോ ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നത്. സോ അതാണ് 14ാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 15th ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ലിങ്ക്സ് ഓൾ ദ ATMs ഇൻ ഇന്ത്യ? ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ, നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡ്, നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇതിൽ ആരാണ് ഇന്ത്യയിലെ ATMs എല്ലാം ലിങ്ക് ചെയ്യിക്കുന്നതെന്ന് ചോദിച്ചേക്കുന്നത്? ആൻസർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, സോ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഓപ്പറേറ്റ്സ് ദ NFS. എന്താണ് NFS എന്ന് പറയുന്നത്? നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച് എന്ന് പറയും. ഫിനാൻഷ്യൽ സ്വിച്ച്. സോ വിച്ച് ഇസ് ദ ലാർജസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് ഷെയർഡ് ATMs ഇൻ ഇന്ത്യ. ഓക്കെ, സോ ഇവരാണ് എന്ത് ലാർജസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് ഷെയർഡ് ATMs എന്ന് പറയുന്നത്. അപ്പോൾ NFS എന്ന് പറയുന്നത് ആരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, NPCI ആണ് ഇത് ഈ NFS ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ NFS എന്ന് നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച് ആണ്. അപ്പോൾ ഈ NFS ആണ് എന്തെന്ന് പറയുന്നത്? ലാർജസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് ഷെയർഡ് ATMs എന്ന് പറയുന്നത് ഇൻ ഇന്ത്യ. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ്? അതുകൂടെ എന്താണ്? they are also responsible for the other major payment system like UPI, അതുപോലെ എന്താണ് IMPS. UPIയും IMPS നമുക്കറിയാം. UPI നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. ദെൻ അതുകൂടെ എന്താണ് IMPS എന്ന് വെച്ചാൽ എന്താണ്? ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസ്. ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് സർവീസ് അതാണ് IMPS പറയുന്നത്. സോ ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന ആരാണ്? ഈ NPCI ആണ്. ഓക്കെ, നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ഓപ്ഷൻസ് ജസ്റ്റ് നോക്കാം. ഇന്ത്യ ബാങ്ക്സ് അസോസിയേഷൻ. ഇന്ത്യ ബാങ്ക് അസോസിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇതൊരു റെപ്രസെൻറ്റേറ്റീവ് ബോഡി ഓഫ് മാനേജ്മെൻറ്റ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ. ഓക്കെ, ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേറ്റീവ് ബോഡിയാണ്. ഇന്ത്യയിലെ ബാങ്കിങ് മാനേജ്മെൻറ്റിന് വേണ്ടിയുള്ള റെപ്രസെൻറ്റേറ്റീവ് ബോഡിയാണ്. സോ ഇവരെന്താണ്? NPCI ഫോം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ്? ATMs ലിങ്ക് ചെയ്യുന്നതിൽ എന്താണ്? ഡയറക്റ്റ്ലി ഇവർക്കൊരു പങ്കില്ല. സോ അതുകൊണ്ട് എന്താണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തെറ്റാണെന്ന് മനസ്സിലാക്കാം. സെക്കൻഡ് വരുന്നത് നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റ്. നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡാണ് വരുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ സെൻട്രൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ആണ്. ഓക്കെ, സെൻട്രൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ആണ്. സോ ഇതെന്ന് പറയുന്നത് ഇന്ത്യയുടെ സെൻട്രൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ആണ്. ആൻഡ് ദാറ്റ് ഡീൽസ് വിത്ത് ദ ഹോൾഡിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ഹോൾഡ് ചെയ്യുന്നത്. സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തൊക്കെയായിരിക്കും? ഷെയർസ്, ബോൺസ്, ഇതുപോലുള്ള സെക്യൂരിറ്റീസ് ഹോൾഡ് ചെയ്യുന്നത്. അതിലുള്ള കാര്യങ്ങളാണ് ഇത് ഈ നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡ് കൺസിഡർ ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നമുക്കറിയാം എന്താണ്? ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക്. ഓക്കെ, റെഗുലേറ്ററി ബോഡിയാണ്. അതുകൂടാതെ എന്താണ്? ഇത് എന്തിനു വേണ്ടി? ATMും മറ്റുമൊക്കെ എന്താണ്? റെഗുലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഓപ്പറേഷണൽ മാനേജ്മെൻറ്റിലും ഒക്കെ എന്താണ് ഇവർക്കൊരു പങ്കുണ്ടെങ്കിലും ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നില്ല? ATMs എല്ലാം കൂടെ ലിങ്ക് ചെയ്യാനുള്ള ഇത് ആരാണ്? റിസർവ് ബാങ്ക് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ആൻസർ ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ സി ആണ്. നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് എന്ത് ഇന്ത്യയിലെ ATMs ലിങ്ക് ചെയ്യുന്നത് ബൈ നാഷണൽ ഫിനാൻഷ്യൽ സ്വിച്ച് വഴി. ഓക്കെ, NFS വഴി. അതാണ് 15ാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 16. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. First one, capital adequacy ratio (CAR) is the amount that banks have to maintain in the form of their own funds to offset any loss that banks incur if the account holders fail to repay dues. Second statement, CAR is decided by each individual bank. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചിരുന്നത്. നമുക്കറിയാം രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും തെറ്റായിരിക്കും. കാരണം CAR എന്താണ്? ഓരോ ഇൻഡിവിജ്വൽ ബാങ്ക് ഡിസൈഡ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഡിസൈഡ് ചെയ്താൽ എന്തായിരിക്കും? അത് ഒരുപാട് പ്രോബ്ലംസിന് കാരണമാകും. ഓക്കെ, അതെന്താണ്? ഇൻസോൾവൻറ്റിനായാലും അല്ലെങ്കിൽ എന്താണ് എക്സസ് ലെവറേജിനായാലും അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ കാരണമാകും. അപ്പോൾ അത് തടയാനായിട്ട് എന്താണ്? സെൻട്രൽ ബാങ്ക്സ് ആണ് എന്ത് ഈ CAR ഡിസൈഡ് ചെയ്യുന്നത്. CAR ഈസ് ഡിസൈഡഡ് ബൈ ഈച്ച് ഇൻഡിവിജ്വൽ ബാങ്ക് അല്ല, ബൈ ആരാണ്? ബൈ സെൻട്രൽ ബാങ്ക് ആണ്.
ഓക്കെ, സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും തെറ്റാണെന്ന് അറിയാം. എന്തിനു വേണ്ടി? ടു പ്രിവെൻറ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഫ്രം ടേക്കിംഗ് എക്സസ് ലെവറേജ് ആൻഡ് ബിക്കമിങ് ഇൻസോൾവെൻറ്റ്. സോ ഇതിനു വേണ്ടിയാണ് എന്ത്, ഇതിനു വേണ്ടി ആരാണ്, സെൻട്രൽ ബാങ്കാണ് എന്ത്, CAR ഡിസൈഡ് ചെയ്യുന്നത്. ദെൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ ഈസ് ദ എമൗണ്ട് ദാറ്റ് ബാങ്ക്സ് ഹാവ് ടു മെയിൻറ്റെയിൻ ഇൻ ദ ഫോം ഓഫ് their own funds to offset any loss that the banks occur if the account holders fail to repay dues. അതെന്താണ്, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതാണ് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ്, അതൊരു എമൗണ്ട് ആണ്. ദാറ്റ് ബാങ്ക്സ് ഹാവ് ടു മെയിൻറ്റെയിൻ ഇൻ ദ ഫോം ഓഫ് their own funds. അവരുടെ ഫണ്ടായിട്ട് എന്താണ് ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു എമൗണ്ട് ആണ്. എന്തിനു വേണ്ടി? ടു ഓഫ്സെറ്റ് എനി ലോസ് ദാറ്റ് ബാങ്ക്സ് ഇൻക്വർ ഇഫ് ദ അക്കൗണ്ട് ഹോൾഡർ ഫെയിൽ ടു റീപേ ദ ഡ്യൂസ്. ഓക്കെ, സോ ആ ടൈമിൽ എന്താണ് ബാങ്ക് കീപ്പ് ചെയ്യേണ്ട ഒരു ഫണ്ടിനെ എന്ന് പറയുന്നത് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ CAR എന്താണെന്ന് നോക്കുക, അത് ഡിസൈഡ് ചെയ്യുന്ന ആരാണെന്ന് നോക്കുക, ബാക്കി അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ CAR നോക്കുന്ന കൂട്ടത്തിൽ നമുക്ക് എക്കണോമി പരമായിട്ട് എന്താണ് വീണ്ടും ഒരുപാട് ടേംസ് ഇതുപോലെ ഉണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ എന്താണ് നോർമൽ ഇതൊക്കെ നോക്കുമ്പോൾ എന്താണ് ബാങ്കുമായിട്ട് റിലേറ്റഡ് ആകുമ്പോൾ വേറെയും ഒരുപാട് ടേംസ് കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ നോക്കുന്ന പറഞ്ഞാൽ നമ്മളെന്താണ് CRR പഠിച്ചിട്ടുണ്ട്, ക്യാഷ് റിസർവ് റേഷ്യോ, SLR, അങ്ങനെയൊക്കെ ഒരുപാട് വേർഡ്സ് നമ്മൾ ഇതിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെയൊക്കെ എന്താണ് ജസ്റ്റ് നോക്കി വയ്ക്കുക, ഓരോന്ന് എന്താണെന്ന് കൂടി നോക്കി വയ്ക്കുക. കാരണം ഇവിടെ ഫസ്റ്റ് ചോദിച്ചേക്കുന്നത് എന്താണ്, അതിൻ്റെ ഡെഫിനിഷനാണ് പറഞ്ഞേക്കുന്നത് ആൻസറിൽ. സോ അതപ്പോൾ എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ടു ഐഡൻറ്റിഫൈ പ്ലാറ്റ്ഫോം ആധാർ പ്രൊവൈഡ്സ് ഓപ്പൺ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസസ്, വാട്ട് ഡസ് ഇംപ്ലീസ്? ഓക്കെ, സോ ആധാർ പ്രൊവൈഡ്സ് ഓപ്പൺ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസസ്, APIs. It can be integrated into any electronic device. Online authentication using iris is possible. അപ്പോൾ ഇതിൽ ഏതാണ് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഏതാണ്? ആൻസർ 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓക്കെ, കാരണം ഇറ്റ് ക്യാൻ ബി ഇൻറ്റഗ്രേറ്റഡ് ഇൻ ടു എനി ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് അതുപോലെ തന്നെ എന്താണ് ഓൺലൈൻ ഓതൻറ്റിക്കേഷൻ യൂസിങ് ഐറിസ് പോസിബിൾ ആണ്. ഓക്കെ, സോ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് അല്ലെങ്കിൽ APIs പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഇതിനെന്താണ്, നമ്മുടെ ഇറ്റ് ക്യാൻ ഇൻറ്റഗ്രേറ്റ് ഇൻ ടു എനി ഇലക്ട്രോണിക് ഡിവൈസസ് ടു to perform verification and identity verification and eKYC. ഓക്കെ, eKYCക്ക് അതുപോലെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷന് വേണ്ടി എന്താണ് ഇതിന് ഏത് പ്ലാറ്റ്ഫോമിലേക്ക് വേണോ എന്താണ് ഏത് ഓൺലൈൻ ഇലക്ട്രോണിക് ഡിവൈസിൽ വേണോ എന്താണ് കയറാനായിട്ട് പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇറ്റ് ക്യാൻ ഇൻറ്റഗ്രേറ്റ് ഇൻ ടു എനി ഇലക്ട്രോണിക് ഡിവൈസസ് ടു പെർഫോം ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ആൻഡ് eKYC സർവീസസ്. ഓക്കെ, eKYC സർവീസസ്. ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ, eKYC സർവീസും. ഓക്കെ, സോ സെക്കൻഡ് പറയുന്നത് എന്താണ്, ആധാർ എക്കോസിസ്റ്റം സപ്പോർട്ട് മൾട്ടിപ്പിൾ ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻ. ഓക്കെ, മൾട്ടിപ്പിൾ ബയോമെട്രിക് ഒതൻറ്റിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് എന്താണ് ഫിംഗർ പ്രിൻ്റ് ആയാലും ഐറിസ് സ്കാൻ ആയാലും ഇതെല്ലാം എന്താണ് അതിൽ പോസിബിൾ ആണ്. ഓക്കെ, നമുക്ക് തന്നെ അറിയാം നമ്മളിപ്പോൾ എന്താണ് ആധാർ യൂസ് ചെയ്ത് എന്താണ് ഫിംഗർ പ്രിൻ്റ് സ്കാനിങ്ങിലും ഐറിസ് സ്കാനിങ്ങിലും ഒക്കെ ഇപ്പോൾ എക്സാമിനൊക്കെ പോകുമ്പോൾ തന്നെ എന്താണ് ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യാറുണ്ട്. സോ അതും എന്താണ് ശരിയാണ്. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ C ആണ്. ബോത്ത് 1 and 2 ആണ്. 2 സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയാണ്. So 18th question. Very recently, in which of the following countries have lakhs of people either suffered from severe famine, acquired malnutrition or died due to starvation caused by war or ethnic conflict? അപ്പോൾ ഏതാണ് ചോദിച്ചേക്കുന്നത്? ആൻസർ ഏതാണ്? നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അതാണ് അങ്കോള ആൻഡ് സാംബിയ ആണോ? അല്ല. അതുപോലെ മൊറോക്കോ, ട്യൂണീഷ്യ അല്ല. വെനിസ്വേല ആൻഡ് കൊളംബിയ അല്ല. ആൻസർ യമൻ ആൻഡ് സൗത്ത് സുഡാൻ ആണ്. യമനിലും സൗത്ത് സുഡാനിലുമാണ് എന്ത് ഒരുപാട് ആൾക്കാരെന്താണ് ഈ ഫെമൈനും അതുപോലെ സ്റ്റാർവേഷനും ഒക്കെ കാരണം. അവിടുത്തെ എന്താണ് റീസെൻ്റായുള്ള വാറ് കോൺഫ്ലിക്ട്സ് കാരണം എന്താണ് ഒരുപാട് പേരെന്താണ് അവിടെ മരിച്ചിട്ടുണ്ട്. സോ അതാണ് ഇവിടെ പറയുന്നത് യമനും സൗത്ത് സുഡാനുമാണ്. നമുക്കിവിടെ പിക്ചറുണ്ട്, യമൻ അതുപോലെ എന്താണ് ഇവിടെ സൗത്ത് സുഡാൻ. ഇവിടുത്തെ എന്ത് കോൺഫ്ലിക്റ്റ് കാരണമാണ് ഇത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അതുപോലെ എന്താണ് യമനിൽ ആ ടൈമിൽ എന്താണ് കോളറയൊക്കെ ബ്രേക്കായിട്ടെന്ന് പറഞ്ഞ ഒരുപാട് ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. കോളറ ബ്രേക്കായെന്ന് പറഞ്ഞൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു. അത് കാരണം എന്താണ് ഒരുപാട് പേർക്ക് ജീവനൊക്കെ നഷ്ടമായിട്ടുണ്ട് ആ ടൈമിൽ. ഓക്കെ, സോ അതാണ് ആൻസർ. 18th ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഓപ്ഷൻ D ആണ്. യമൻ ആൻഡ് സൗത്ത് സുഡാൻ ആണ്. നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ. റിഗാർഡിംഗ് വുഡ്സ് ഡിസ്പാച്ച്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, grants in aid system was introduced. Second statement, establishment of universities was recommended. Third statement, English as a medium of instruction at all levels of education was recommended. വുഡ്സ് ഡിസ്പാച്ചിനെ പറ്റി നമ്മൾ എന്തായാലും പഠിച്ചിരിക്കുന്നതാണ്. കാരണം 1854 இந்த വുഡ്സ് ഡിസ്പാച്ച് 1854 സോ അതിന് എന്താണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ തന്നെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ്റെ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്നറിയപ്പെടുന്ന ഏതാണ്? ഈ വുഡ്സ് ഡിസ്പാച്ച് ആണ്. അപ്പോൾ അതിൽ പറയുന്നത് നമുക്ക് 3ാം സ്റ്റേറ്റ്മെൻറ്റ് നോക്കി.
ഇംഗ്ലീഷ് ആസ് എ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻസ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ വാസ് റെക്കമെൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം വുഡ്സ് ഡിസ്പാച്ചിൽ പറയുന്നത് എന്താണ്, ഇംഗ്ലീഷ് എല്ലാ ലെവലിലുള്ള ഇതിനും ഇൻസ്ട്രക്ഷനായിട്ട് എന്താണ് ഇംഗ്ലീഷ് യൂസ് ചെയ്തിരുന്നില്ല. ഹയർ എഡ്യൂക്കേഷനിൽ ഇംഗ്ലീഷും ബാക്കി പ്രൈമറി എഡ്യൂക്കേഷനിൽ പ്രൈമറി സ്കൂൾ ലെവലിലൊക്കെ എന്തായിരുന്നു, ലോക്കൽ ലാംഗ്വേജ് അല്ലെ എന്തായിരുന്നു, അതായത് നമ്മൾ വെർണക്കുലർ ലാംഗ്വേജ് അതുമായിരുന്നു എന്ത് യൂസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് എന്താണ് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം എന്താണ്, ഇംഗ്ലീഷ് ആസ് എ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഓഫ് ഓൾ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ അല്ല, ഹയർ ലെവലിൽ ഇംഗ്ലീഷും അതുപോലെ പ്രൈമറി ലെവലിൽ വെർണക്കുലർ ലാംഗ്വേജാണ് എന്ത് യൂസ് ചെയ്യുന്നത്. സോ ആ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഏതൊക്കെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം, ബി, സി അതുപോലെ ഡി, ബാക്കിയെല്ലാം എലിമിനേറ്റ് ചെയ്യാം. ആൻസർ ഏതാണ് 1 and 2 ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, രണ്ടും ശരിയാണ്. ഗ്രാൻഡ്സ് ഇൻ എയ്ഡ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതുപോലെ എന്താണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് യൂണിവേഴ്സിറ്റീസ് റെക്കമെൻഡ് ചെയ്തു. ഇത് രണ്ടും എന്താണ് വുഡ്സ് ഡിസ്പാച്ചിൽ ഉണ്ടായിരുന്നതാണ്. നമുക്കറിയാം ഫസ്റ്റ് എന്താണ് ഇവർ പ്രൈവറ്റ് എൻ്റർപ്രൈസിനെയൊക്കെ എന്താണ് എഡ്യൂക്കേഷൻ്റെ ഫീൽഡിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു. പ്രൈവറ്റ് എൻ്റർപ്രൈസിനെയൊക്കെ then അതുകൂടാതെ എന്താണ് യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യാനായിട്ട് എവിടെയൊക്കെയായിരുന്നു, കൽക്കട്ട, ബോംബെ അതുപോലെ മദ്രാസ് ഇവിടെയൊക്കെ എന്തായിരുന്നു യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. കൽക്കട്ട, ദെൻ ബോംബെ, മദ്രാസ് ഇവിടെയൊക്കെ എന്താണ് യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു. സോ അതാണ് ഇത് ഫസ്റ്റ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇംഗ്ലീഷ് ഇവിടുത്തെ ഹയർ എഡ്യൂക്കേഷനിലും അതുപോലെ വെർണക്കുലർ ലാംഗ്വേജ് എന്താണ് പ്രൈമറി എഡ്യൂക്കേഷനിലും ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് അവർ സജസ്റ്റ് ചെയ്തത്. സോ വുഡ്സ് ഡിസ്പാച്ച് 1854 എന്താണ് അറിയപ്പെടുന്നത്, മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന് അറിയപ്പെടുന്നു. സോ ബാക്കി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ആൻസർ ഓപ്ഷൻ എ ആണ്, 1 and 2 ഓൺലി ആയിരിക്കും. ഇപ്പോൾ ബ്രിട്ടീഷുകാർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇതുപോലുള്ള കുറച്ച് സിസ്റ്റംസ് ഒക്കെ ഉണ്ട്, അത് നമ്മൾ എന്താണ് നോക്കി വയ്ക്കുക. ഇപ്പോൾ എഡ്യൂക്കേഷൻ്റെ ആയാലും ഹെൽത്ത് സെക്ടറിലായാലും അപ്പോൾ അതെല്ലാം എന്താണ് ജസ്റ്റ് നോട്ട്സ് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും. 20th question, with reference to Parliament of India, which of the following parliamentary committees scrutinizes and reports to the House whether the powers to make regulations, rules, sub-rules, bylaws, etc. conferred by the Constitution or delegated by Parliament are being properly exercised by the executive within the scope of such delegation? അപ്പോൾ ഏത് കമ്മിറ്റിയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഏതാണ്, ആൻസർ ഓപ്ഷൻ ബി ആണ്. കമ്മിറ്റി ഓൺ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ആണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അവരെന്താണ്, ദ എക്സാമിൻസ് ആൻഡ് റിപ്പോർട്ട് ടു ദ ഹൗസ് വെദർ ദ പവേഴ്സ് ടു മേക്ക് റൂൾസ്, റെഗുലേഷൻസ്, ദെൻ സബ് റൂൾസ്, ബൈലാസ് ഇതെല്ലാം എന്തായിരിക്കും, അല്ലെങ്കിൽ സ്കീംസ് അതെല്ലാം എന്താണ് ഇവരായിരിക്കും നോക്കുന്നത്. ഇനി ഇൻ ബോത്ത് ഹൗസസ്, ഇപ്പോൾ രാജ്യസഭയിലും ലോക്സഭയിലും എന്താണ് ഈ ഒരു കമ്മിറ്റിയിൽ ഏകദേശം 15 മെമ്പേഴ്സ് ഉണ്ട്. 15 മെമ്പേഴ്സ് എന്താണ് ബോത്ത് ഹൗസസിലും 15 മെമ്പേഴ്സാണ് ഇത് കമ്മിറ്റി ഓൺ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ഉള്ളത്. സോ അതാണ് 20th question. ആൻസർ ഏതാണ്, ആൻസർ ബി ആണ്, കമ്മിറ്റി ഓൺ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ. പക്ഷേ ഈ ക്വസ്റ്റൻ നോക്കുമ്പോൾ എന്താണ് മറ്റ് കമ്മിറ്റിയെ പറ്റിയും മറ്റ് കാര്യങ്ങളൊക്കെ എന്താണ് ജസ്റ്റ് നോക്കി വയ്ക്കുക. ഇപ്പോൾ റൂൾസ് കമ്മിറ്റി ആയാലും ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി ആയാലും കമ്മിറ്റി ഓൺ ഗവർണൻസ് ഇൻഷുറൻസ് ആയാലും അവരുടെയൊക്കെ എയിം അവരുടെയൊക്കെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് കൂടി ഒന്ന് നോക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും ഒരു ക്വസ്റ്റൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ. നെക്സ്റ്റ് 21. As per the Right to Education Act, to be eligible for appointment as a teacher in a state, a person would have required to possess the minimum qualification laid down by the concerned State Council of Teacher Education. Second one, as per the Right to Education Act for teaching primary classes, a candidate is required to pass a teacher eligibility test conducted in accordance with the National Council of Teachers Education and Guidelines. Third statement, in India, more than 90% of the teacher education institutions are directly under the state governments. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഏതാണ്, ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 ഓൺലി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരിയെന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് മൂന്നാമത് തെറ്റിയെന്ന് നോക്കാം. ആസ് പെർ ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, to be eligible for appointment as a teacher in a state, a person would be required to possess the minimum qualification laid down by the കൺസേൺഡ് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്താണ്, ഇവിടെ സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ അവിടെ എന്താണ് ഒരു അക്കാഡമിക് അതോറിറ്റി ഉണ്ട്. സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു അക്കാഡമിക് അതോറിറ്റി ഉണ്ട്. ഇവിടെ ഏതാണ് ആ അക്കാഡമിക് അതോറിറ്റി എന്ന് പറയുന്നത്, അത് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷനാണ്. സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ അല്ല, നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനാണ്, ടീച്ചർ എഡ്യൂക്കേഷൻ. സോ ഇവിടെ സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, പക്ഷേ അല്ല, അതേതാണ് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ്. സോ അതുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവാനായിട്ട് കാരണം.
ദെൻ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ഇൻ ഇന്ത്യ more than 90% of teacher education institutions are directly under the state governments എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അങ്ങനത്തെ അത് തെറ്റാണ്. കാരണം എന്താണ്, 90% ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തിൻ്റെ കീഴിലാണ്? പ്രൈവറ്റ്ലി മാനേജ്ഡ് സെൽഫ് ഫിനാൻസിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഓക്കെ, ദേ ആർ പ്രൈവറ്റ്ലി മാനേജ്ഡ് സെൽഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഓക്കെ, സോ അതുകൊണ്ട് എന്താണ്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും റോങ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരി. ആൻസർ അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി 2 ഓൺലി ആയിരിക്കും. ഓക്കെ, അതാണ് 21ാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് 22 നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് പേഴ്സ്: ട്രഡീഷൻ, സ്റ്റേറ്റ്. അപ്പോൾ ഇത് ഏതൊക്കെയാണ് റൈറ്റ് ആയിട്ട് ഇട്ടിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ്, ചപ്ചാർകുത്ത് ഫെസ്റ്റിവൽ, മിസോറാം. സെക്കൻഡ് വൺ, കോങ്ജോം പർബ ബല്ലാഡ്, മണിപ്പൂർ. തേർഡ്, താങ് ത ഡാൻസ്, സിക്കിം. അപ്പോൾ ഇത് ഏതൊക്കെ ശരിയായിട്ടുള്ള മാച്ച് ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചിരുന്നു. ഏതൊക്കെയായിരിക്കും? നമുക്ക് അറിഞ്ഞിരുന്നാലേ എഴുതാൻ പറ്റുള്ളൂ. ആൻസർ എന്താണ്? 1ഉം 2ഉം എന്താണ് കറക്റ്റ്ലി മാച്ച്ഡ് ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1 and 2 ആണ്. 3 എന്താണ്? താങ് ത ഡാൻസ് എന്ന് പറയുന്നത് സിക്കിമിലല്ല, അതും എവിടെയാണ്? മണിപ്പൂരിലാണ്. മണിപ്പൂരാണ്. മണിപ്പൂരിലൊരു മാർഷൽ ഡാൻസ് ആണ് എന്ന് പറയുന്നത്. ഒരു മാർഷൽ ഡാൻസ് ആണ് എന്ന് പറയുന്നത് ഈ താങ് ത ഡാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റ് രണ്ടും കറക്റ്റാണ്. ചപ്ചാർകുത്ത് ഫെസ്റ്റിവൽ മിസോറാമിലാണ്. മിസോറാമിൽ എന്താണ്, നമ്മുടെ ജും ഓപ്പറേഷനൊക്കെ ശേഷം, അതായത് ആ ഒരു കൾട്ടിവേഷൻ ആ ഒരു പീരീഡ് കഴിഞ്ഞിട്ടുള്ള ടൈമാണ് എന്ന് പറയുന്നത് ഈ ഒരു ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്. മെയിനായിട്ട് നമ്മുടെ സ്പ്രിംഗ് ഫെസ്റ്റിവലാണ്. ഓക്കെ, സ്പ്രിംഗ് സീസണിലാണ് ഈ ഒരു ഫെസ്റ്റിവൽ അവർ മെയിനായിട്ട് ഉണ്ടാകുന്നത്, കാഴ്ചവെക്കുന്നത്. ദെൻ കോങ്ജോം പർബ ബല്ലാഡ് എന്ന് പറയുന്നത് എന്താണ്? അതും മണിപ്പൂരിലാണ്. എന്താണ്, അവർ മണിപ്പൂരീസ് ബ്രിട്ടീഷ് എംപയറിനെതിരെ 1891 ബ്രിട്ടീഷ് എംപയറിനെതിരെ എന്താണ് മണിപ്പൂരീസ് നടത്തിയ യുദ്ധത്തിൻ്റെ അതിൻ്റെ ഹീറോയിക് സ്റ്റോറീസ്, ഓക്കെ, ആ ഒരു യുദ്ധത്തിലുണ്ടായിരുന്ന ഹീറോയിക് സ്റ്റോറീസ് ഡെപിക്റ്റ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ഈ കോങ്ജോം പർബ ബല്ലാഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഡ്രംസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണിത്. ഓക്കെ, സോ 1891 മണിപ്പൂരീസ് ബ്രിട്ടീഷിനെതിരെ, ഓക്കെ, മൈറ്റി ബ്രിട്ടീഷ് എംപയറിനെതിരെ എന്താണ് യുദ്ധം നടത്തിയിട്ടുണ്ട്. സോ അതിൻ്റെ സ്റ്റോറീസ്, അതിൻ്റെ മെയിനായിട്ടുള്ള ഹീറോയിക് ബാറ്റിൽസും അതുപോലെ എന്താണ് സ്റ്റോറീസും ആണ് ഈ ഒരു ഫെസ്റ്റിവലിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഓക്കെ, ദെൻ താങ് ത ഡാൻസ് നമ്മൾ പറഞ്ഞു, അതെവിടെയാണ്? സിക്കിമിലല്ല, മണിപ്പൂരിലാണ്. എന്താണ്, അവിടുത്തെ മാർഷൽ ഡാൻസ് ഫോമാണത്. സോ 22 ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി 1 and 2 ഓൺലി ആയിരിക്കും. നെക്സ്റ്റ് 23 നോക്കാം. Consider the following statement. The Food Safety and Standards Act 2006 replaced the Prevention of Food Adulteration Act 1954. Second statement, the Food Safety and Standard Authority of India, FSSAI, is under the charge of Director General of Health Service in the Union Ministry of Health and Family Welfare. ഇപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഏതാണ്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരിയെന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം FSSAI എന്ന് പറയുന്നത് എന്താണ്, യൂണിയൻ ഗവൺമെൻറ്റിൽ അല്ലെങ്കിൽ എന്താണ് ഹെഡ് ചെയ്യുന്ന ആരായിരിക്കത്തില്ല, ഒരു ഡയറക്ടർ ജനറൽ, ഹെൽത്ത് സർവീസിൽ ഡയറക്ടർ ജനറൽ ആയിരിക്കത്തില്ല. അതെന്തായിരിക്കും? ഒരു നോൺ എക്സിക്യൂട്ടീവ് ചെയർപേഴ്സണാണ് അവിടെ ഉള്ളത്. അല്ല എന്താണ്, അവിടെ ഇപ്പോൾ ഹെൽത്ത് സെക്ടറിലെ ഒരു ഡയറക്ടർ ജനറൽ തന്നെ വേണമെന്നില്ല. അവിടെ എന്തായിരിക്കും? ഒരു നോൺ എക്സിക്യൂട്ടീവ് ചെയർപേഴ്സൺ ആയിരിക്കും വരുന്നത്. സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു നോൺ എക്സിക്യൂട്ടീവ് ചെയർപേഴ്സൺ. സോ ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? റോങ് ആണ്. ഓക്കെ, സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഇത് കൂടെ ഈ നോൺ എക്സിക്യൂട്ടീവ് ചെയർപേഴ്സൺ കൂടാതെ എന്തായിരിക്കും? അവിടെ ഒരു CEO കാണും. ഓക്കെ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും കാണുന്നുണ്ട്, CEO ഉണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെയാണെന്ത് ഇതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്, FSSAIയുടെ ഹെഡ് എന്ന് പറയുന്നത്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയാണ്. ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് 2006 റീപ്ലേസസ് ദ പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് 1954. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഓക്കെ, സോ അതാണ് 23ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ ഏതാണ്? ആൻസർ 1 ഓൺലി ആയിരിക്കും. എ ആണ്, ഓപ്ഷൻ എ 1 ഓൺലി ആയിരിക്കും. സോറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 24. ദ ടേം ടു സ്റ്റേറ്റ് സൊല്യൂഷൻ സംടൈംസ് മെൻഷൻഡ് ഇൻ ദ ന്യൂസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദ അഫയേഴ്സ് ഓഫ്, നമുക്കറിയാം ടു സ്റ്റേറ്റ്സ് സൊല്യൂഷൻ നമ്മളെന്താണ് ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ കാണുന്നതാണ്. നമ്മളെന്താണ് അല്ലാതെ തന്നെ എന്താണ് UPSC പഠിച്ചിട്ട് നമ്മളെന്താണ് ഈ ടു സ്റ്റേറ്റ് സൊല്യൂഷനെ പറ്റി ഇടയ്ക്കിടയ്ക്ക് എന്താണ് ന്യൂസിലും അതുപോലെ എന്താണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡുള്ള കാര്യങ്ങളിലെല്ലാം എന്താണ് വായിക്കുന്നതാണ്. ഏതൊക്കെ തമ്മിലുള്ളതാണ്? ഇസ്രയേലും അതുപോലെ പലസ്തീനും തമ്മിലുള്ള ഇഷ്യൂ നമ്മൾ ടു സ്റ്റേറ്റ് സൊല്യൂഷനിൽ വരുന്നത്. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ഇവിടെ കൊടുത്തേക്കുന്ന ഏതാണ്? ഇസ്രയേലാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്, ഇസ്രയേൽ. ഓക്കെ, കാരണം നമുക്കറിയാവുന്ന കാര്യമാണ് എന്താണ് ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ അത് ഇസ്രയേലുമായിട്ട് റിലേറ്റഡ്, ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള
പ്രോബ്ലംസാണ് അത് പറയുന്നത്. ഇവിടെ മാപ്പ് കൊടുത്തിട്ടുണ്ട് ഇസ്രായേലിൻ്റെയൊക്കെ ഈ ഒരു റീജിയനിൽ. ഓക്കെ, സോ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ ആണ്. ഓക്കെ, ഇസ്രായേൽ പലസ്തീനിയൻ ഇഷ്യൂ ആണ് ഇത് വരുന്നത്. നെക്സ്റ്റ് 25, ഇന്നത്തെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. With reference to the provisions made under the National Food Security Act 2013, consider the following statement. First statement, the families coming under the category of below poverty line, BPL, only are eligible to receive subsidized food grains. Second one, the eldest woman in a household of age 18 years or above shall be the head of the household for the purpose of issuance of a ration card. Third one, pregnant women and lactating mothers are entitled to take home ration of 1600 calories per day during pregnancy and for 6 months thereafter. ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയെന്നാണ് ചോദിച്ചിരുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ദ ഫാമിലീസ് കമ്മിങ് അണ്ടർ ദ കാറ്റഗറി ഓഫ് ബിലോ പോവർട്ടി ലൈൻ, BPL ലിസ്റ്റിലുള്ളവർ മാത്രമാണ് എന്ത് സബ്സിഡൈസ്ഡ് ഫുഡ് ഗ്രെയിൻസ് വാങ്ങാൻ എലിജിബിൾ ആയിട്ടുള്ള എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? കാരണം നമുക്കറിയാം BPL ലിസ്റ്റിലുള്ളവർ മാത്രമൊന്നുമല്ല, ഏകദേശം എന്താണ് റൂറൽ ഏരിയയിൽ നിന്ന് തന്നെ 75%, അർബൻ ഏരിയയിൽ നിന്ന് 50% ആൾക്കാർ എന്താണ് ഈ ഒരു സബ്സിഡൈസ്ഡ് വാങ്ങുന്നുണ്ട് നമ്മുടെ PDS സിസ്റ്റം വഴി, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി. ഓക്കെ, സോ അതുകൊണ്ട് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. നമുക്കറിയാം ഒന്നാമത്തെ എന്തായാലും നമ്മൾ ജസ്റ്റ് ജനറൽ നോളജ് യൂസ് ചെയ്താൽ ഇപ്പോൾ എന്താണ് BPL ഉള്ളവർ മാത്രമല്ല സബ്സിഡൈസ്ഡ് ഫുഡ് ഗ്രെയിൻസ് വാങ്ങുന്നത്. സോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അറിയാമെങ്കിൽ നമുക്ക് എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏതൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം? ഓപ്ഷൻ എയും ഡിലീറ്റ് ചെയ്യാം, ഓപ്ഷൻ സിയും ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ 2 ഓൺലി അല്ലെങ്കിൽ 3 ഓൺലി ആയിരിക്കും. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, ദ എൽഡസ്റ്റ് വുമൺ ഇൻ എ ഹൗസ് ഹോൾഡ് ഓഫ് ഏജ് 18 years or above ഷാൾ ബി ദ ഹെഡ് ഓഫ് ദ ഹൗസ് ഹോൾഡ് ഫോർ ദ പർപ്പസ് ഓഫ് ഇഷ്യൂവൻസ് ഓഫ് എ റേഷൻ കാർഡ്. നമ്മൾ ഇടയ്ക്ക് ന്യൂസിലൊക്കെ എന്താണ് ഒരുപാട് കോൺട്രവേഴ്സി ആയിട്ടൊക്കെ വന്നിട്ടുള്ളൊരു കാര്യമാണിത്. എന്ന് വെച്ചാൽ എന്താണ്, ഒരു വീട്ടിലെ എൽഡസ്റ്റ് വുമൺ 18 years മുകളിലായിട്ടുള്ള എൽഡസ്റ്റ് വുമൺ ആയിരിക്കും എന്ത് ആ വീട്ടിലെ ഹെഡ് എന്ന് പറയുന്നത്. അവരുടെ പേരിലായിരിക്കും എന്ത് റേഷൻ കാർഡൊക്കെ വരുന്നത്. നമ്മുടെ സ്വന്തം വീട്ടിലെ കാര്യമൊക്കെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സോ ആൻസർ ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 ഓൺലി ആണ്. 3 ഓൺലി എന്നുള്ള ഓപ്ഷൻ എന്താണ് തെറ്റാണ്, ഡിയും തെറ്റാണ്. അപ്പം അതായത് പ്രഗ്നൻറ്റ് വുമൺ ആൻഡ് ലാക്ടേറ്റിംഗ് മദേഴ്സ് ആർ എൻടൈറ്റിൽഡ് ടു ടേക്ക് ഹോം റേഷൻ ഓഫ് 1600 calories എന്നാണ് പറയുന്നത്. 1600 calories ഇവിടെ 6600 calories മാത്രമുള്ളത്. Okay, so they are entitled to take home ration of 600 calories per day during pregnancy and for 6 months thereafter. ഇത് കൂടാതെ തന്നെ എന്താണ്, besides the meals to pregnant women and lactating mothers during pregnancy and 6 months after childbirth, such a woman will also be entitled to receive maternity benefits. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ഒരു ടൈമിൽ മാത്രമല്ല ആഫ്റ്റർ ചൈൽഡ് ബർത്തിൽ എന്താണ് അവർക്കിത് കിട്ടുന്നുണ്ട്. ഓക്കെ, ആഫ്റ്റർ ചൈൽഡ് ബർത്ത് എന്ത് കിട്ടുന്നുണ്ട്? After childbirth, such a woman will also be entitled to receive maternity benefits not less than 6,000 rupees. അവർക്ക് എന്താണ് 6,000 rupeesോടെ എന്താണ് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അത് എന്താണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ അണ്ടറിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ ന്യൂട്രീഷൻ നോംസ് പറയുന്നത് 1600 calories അല്ല 600 calories ആണ്. അത് കൂടാതെ എന്താണ് 18 to 20 gram പ്രോട്ടീനും പറയുന്നുണ്ട്. ഓക്കെ, സോ ഇത് രണ്ടും എന്താണ് ഇതിൽ ഇൻക്ലൂഡ് ആവുന്നതാണ്, നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിൽ വരുന്നതാണ്. സോ ആൻസർ ഇപ്പോൾ ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 ഓൺലി ആയിരിക്കും. ഓക്കെ, സോ അതാണ് 25th ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ അടുത്ത 25 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. We offer well-equipped reading rooms for students. Reading room and premium reading room. Our facilities are comfortable and executive chairs, inbuilt lockers, Wi-Fi, newspapers, periodicals, and a fully air-conditioned, peaceful environment and CCTV secured. Additional facilities include clean drinking water, a separate lunch area, and a game zone, chess and carom, for relaxation. For admission, contact us on 9094485485 Trivandrum.